വരമൊഴി സാക്ഷ്യം പരമ്പരയുടെ 7ാം ഭാഗമാണ് ഇത്. ഇതിൽ കേരളത്തിലെ പ്രശസ്തരായ 2 രേഖാചിത്രകാരർ കെ ഷെറീഫും കവിത മുഖോപാധ്യായും രണ്ടുപേരും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരച്ച ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കവിത മാതൃഭൂമിയിൽ മാത്രമല്ല മാധ്യമത്തിലും വരയ്ക്കുന്നുണ്ട്, പുസ്തകങ്ങൾക്ക് മുഖചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്, പെയിൻറ്റിംഗ് എക്സിബിഷനുകൾ നടത്തുന്നുണ്ട്. ആദ്യം സംസാരിക്കേണ്ടത് ശ്രീ കെ ഷെറീഫാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി സ്വദേശിയാണ്. ചിത്രകാരൻ മാത്രമല്ല കവിയും ഗ്രന്ഥകാരനും കൂടിയാണ് അദ്ദേഹം. 1999 മുതൽ രേഖാചിത്രങ്ങൾ വരച്ചു തുടങ്ങി സ്വതന്ത്രമായി പുസ്തകങ്ങൾക്ക് കവറുകൾ വരച്ചു. 2009 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചിത്രകാരനായി ആർട്ടിസ്റ്റായി അദ്ദേഹം ചേരുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ ഒട്ടേറെ ചിത്ര പ്രദർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കവിതയും വരകളുമാണ് ഈ പുസ്തകങ്ങളിൽ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ മലയാളത്തിലെ രേഖാചിത്രങ്ങൾക്ക് പുതിയ തലങ്ങളും രാഷ്ട്രീയ മാനങ്ങളും നൽകിയ ചിത്രകാരനാണ് ശ്രീ കെ ഷെറീഫ്. നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ ഒക്കെ കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നിങ്ങളെല്ലാം കണ്ടിരിക്കും. അത് കുനിഞ്ഞു നിൽക്കുന്ന ഒരാളിൻ്റെ മുകളിൽ കസേര ഇട്ട് ഇരിക്കുന്ന ഒരു ചിത്രം. അതായത് ഒരു രാഷ്ട്രീയ സന്ദേശമുള്ള ചിത്രമാണ്. അങ്ങനെ വ്യത്യസ്തമായ ചിത്രങ്ങൾ, പലപ്പോഴും അബ്സ്ട്രാക്റ്റ് ചിത്രങ്ങൾ എന്ന് പറയാവുന്ന ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. അങ്ങനെ രേഖാചിത്രകലയുടെ പുതിയ ഭാവുകത്വം ഉണ്ടാക്കിയിട്ടുള്ള, ആ കലയിലുണ്ടാക്കിയിട്ടുള്ള ശ്രീ ഷെറീഫാണ് ആദ്യം സംസാരിക്കുന്നത്. അതിനുശേഷം കവിത മുഖോപാധ്യായ ബംഗാളി സ്വദേശിനിയാണ്. കഴിഞ്ഞ 2 ദശാബ്ദത്തിലേറെയായി കേരളത്തിലാണ് താമസം. ശാന്തിനികേതനിൽ നിന്നും മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പെയിൻറ്റിംഗ് പാസ്സായിട്ടുണ്ട്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. മലയാളിയായ ചിത്രകാരൻ അന്തരിച്ച കെ പ്രഭാകരനുമായി ചേർന്ന് കവിതയുടെ ഭർത്താവാണ്. കേരളത്തിലെ 7 ജില്ലകളിൽ ദ ഗ്രേറ്റ് പ്രൊസഷൻ എന്ന പേരിൽ 2 പേരും ചേർന്ന് ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ബംഗാൾ എന്ന കവിതയുടെ പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ്, കോളമിസ്റ്റാണ്. അങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തന മേഖലകളിൽ കവിത സജീവമാണ്. മലയാളം അറിയും, അത്യാവശ്യം മലയാളത്തിൽ സംസാരിക്കും, വായിക്കാനൊക്കെ അറിയാം. അപ്പം കവിതയും ഷെറീഫിനെ പിന്തുടർന്ന് രണ്ടാമതായി ഈ പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവെക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം സംസാരിക്കേണ്ടത് ശ്രീ ഷെറീഫാണ്. അദ്ദേഹത്തിൻ്റെ മൈക്കിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കാരണം നമ്മൾ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അത് ശരിയായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാൻ ആരംഭിക്കും. ഇല്ല എങ്കിൽ ബാക്കി സംസാരിക്കാനായി സഹ മോഡറേറ്ററായ കെ ഹേമലതയെ ക്ഷണിക്കുന്നു. ഹലോ ശ്രീ ഷെറീഫ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി മുകളിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളൊരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഒരിക്കൽ കൂടി അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്ത് മുകളിലേക്ക് വരണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മളുടെ ഈ പരമ്പരയിൽ ഇന്ന് വളരെ പ്രിയപ്പെട്ട 2 ചിത്രകാരന്മാരാണ് ഉള്ളത്. നമ്മൾ അവരെ കേൾക്കാനായിട്ട് അതീവ താല്പര്യത്തോടു കൂടി നിരവധി ഓഡിയൻസും ഇന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പരമ്പര മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവര് സംസാരിച്ചേ പറ്റൂ. കബീർ സർ, ദയവേത് അങ്ങ് ഒരിക്കൽ കൂടി ഒരു അറ്റംപ്റ്റ് കൂടി നടത്തി മുകളിലേക്ക് സംസാരിക്കാൻ വരാൻ പറ്റുമോ എന്നൊരു ശ്രമം കൂടി നടത്തി നോക്കുക.
നമ്മൾ ഈ പരമ്പര ആരംഭിച്ചത് JR പ്രസാദൻ, മാതൃഭൂമിയുടെ സീനിയർ ആർട്ടിസ്റ്റായിരുന്ന ചീഫ് ആർട്ടിസ്റ്റായിരുന്ന JR പ്രസാദിലും ചീഫ് ആർട്ടിസ്റ്റായി വിരമിച്ച മദനനിലുമായിരുന്നു അല്ലേ? അതെ അതെ. ഇന്നിപ്പോ ഇത് അതിനുശേഷം 7ാമത്തെ. മാതൃഭൂമിയിലും അതെ മാതൃഭൂമിയിലെ തന്നെ BS പ്രദീപ് കുമാർ ഇപ്പോഴത്തെ ചീഫ് ആർട്ടിസ്റ്റ്, അദ്ദേഹവും ഈ പരമ്പരയിൽ പങ്കെടുത്തു. ടോം വട്ടക്കുഴി, അതെ, പിന്നെ ജോസഫ് സർ പങ്കെടുത്തിരുന്നു. TA ജോസഫ്, ദീപികയിലൊക്കെ വരച്ചിരുന്ന TA ജോസഫ്, അങ്ങനെ ധാരാളം പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഉദരംപൊയിൽ കഥാകൃത്ത് കൂടിയായ മുക്താർ ഉദരംപൊയിൽ ഒക്കെ പങ്കെടുത്തു. ഇതിൽ ഭാസ്കർ പങ്കെടുക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒട്ടേറെ ചിത്രകാരന്മാർ ഗുരുവായി കണക്കാക്കുന്ന ശ്രീ ജനയുഗത്തിൻ്റെ ആർട്ടിസ്റ്റായിരുന്ന ആർട്ടിസ്റ്റ് ഗോപാലൻ ഈ പരിപാടിയുടെ അവസാനത്തെ എപ്പിസോഡിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രായം ഒരു പ്രശ്നമാണ്, എങ്കിൽ പോലും അദ്ദേഹം അടുത്ത ആഴ്ച മിക്കവാറും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതോടെ ഈ പരമ്പര സമാപിക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും രേഖാചിത്രകാരന്മാർ, ലീഡിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടെ ഇതിൽ പങ്കെടുക്കാനുണ്ട്. വളരെ വ്യത്യസ്തമായ അനുഭവ തലങ്ങളിലൂടെയാണ് കഴിഞ്ഞ 6 അപരിചിതമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവരെല്ലാവരും നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. വരകളെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും വരകളുടെ പിന്നിലുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയുമായിരുന്നില്ല. പ്രത്യേകിച്ച് രേഖാചിത്രങ്ങളെ, ഇവര് മാത്രമല്ല, ഇത് രേഖാചിത്രകാരന്മാരിൽ ഇപ്പോഴോ വളരെ 50 വർഷത്തിലധികം വലിയ പ്രവർത്തന പാരമ്പര്യമുള്ള ശ്രീ സഗീർ ഈ പരമ്പരയ്ക്ക് തൊട്ടു മുമ്പുള്ള കാർട്ടൂൺ എന്ന പരമ്പരയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രേഖാചിത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വരകളെക്കുറിച്ചുമൊക്കെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെയും ഒരു എപ്പിസോഡ് നമുക്കുണ്ടായിരുന്നു. കാരണം 19 കാർട്ടൂണിസ്റ്റുകൾ പങ്കെടുത്ത പരമ്പര, കാർട്ടൂൺ എന്ന പരമ്പര. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ 9 എപ്പിസോഡിന് ശേഷം നമ്മൾ പുതിയ പരമ്പരയിലേക്ക് കടക്കും. ആ പരമ്പരയിലെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പത്ര ഫോട്ടോഗ്രാഫർമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കും. ശ്രീ രാജൻ പൊതുവാൾ, മുസ്തഫ, ജയചന്ദ്രൻ തുടങ്ങിയ ഫോട്ടോഗ്രാഫർമാർ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരമ്പരയും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പറ്റുന്നെങ്കിൽ കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ അനുഭവങ്ങളും കൂടെ, അതിനുശേഷം കേരളത്തിലെ സീനിയറായിട്ടുള്ള മുതിർന്ന പത്രപ്രവർത്തകരുടെ അനുഭവങ്ങൾ, 2 പരമ്പരകളും കൂടി അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പരമ്പര നമുക്ക് ആരംഭിക്കണമെങ്കിൽ 2 ഗസ്റ്റ് രണ്ടുപേരും സ്പീക്കേഴ്സ് പാനലിൽ എത്തണം. തിരിച്ചു ഷെരീഫിന്റെ ആദ്യത്തെ പരിപാടിയാണ് ഇതിലെ. ഞാൻ സംസാരിക്കാം അല്ലേ? സംസാരിക്കാം. പറയേണ്ടത് എന്നെ കുറിച്ച് വരയുടെ ഒരു ഹിസ്റ്ററി, ചെറു ചരിത്രം അല്ലേ? ഒരു സെക്കൻഡ്. ഹലോ, പറയാം. ഹലോ, കേൾക്കാം. ഞാൻ ആദ്യം ക്ഷമിക്കണം, പിന്നെ ഇങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം വന്നു. ഹലോ, ഇല്ല, എനിക്ക് വരയുടെ എന്റെ വരയിലേക്ക് ഒരു പക്ഷെ യാദൃച്ഛികമായി വന്നുപെട്ട, യാദൃച്ഛികം എന്ന് പറഞ്ഞാല് ഈ വരക്കാരനാകുക, ചിത്രകാരനാകുക എന്നുള്ള പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയോ അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി ഇതിലേക്ക് വന്ന ആളല്ല. ഈ വായനയോട് തുടർന്നുള്ള എഴുത്തും കുറഞ്ഞ ഒരു ചെറിയ രൂപത്തിലുള്ള എഴുത്തൊക്കെ തുടങ്ങിയ കാലത്ത് പെട്ടെന്നുണ്ടായ ചില ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായ ചില രാഷ്ട്രീയവും സാമൂഹികമായ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്ത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയമായ കാരണങ്ങളാൽ ചിത്രകാരനായി തീർന്ന ഒരാളാണ് ഞാൻ എന്ന് പറയാം. അതായിരിക്കും ശരി. ഹലോ,
ഹലോ, പറയൂ കേക്കാം? പറയൂ. ബ- ആ കേൾക്കാം ഒരു ഒരു കേൾക്കാം രാ- കേൾക്കാം. രാഷ്ട്രീയമായ ഒരു സാമൂഹികമായ ഒരു കാരണങ്ങളാൽ ചിത്രകാരനായി തീർന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നതായിരിക്കും സത്യം. അത് അത് പറയാൻ കാരണം, ഞാന് ഉം. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, പ്രീ ഡിഗ്രി പഠന സമയത്ത് ഒരു പ്രത്യേക ഒരു ശാരീരിക പ്രശ്നത്താലും ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. എനിക്കൊരു പരീക്ഷ എഴുതിയെടുക്കാൻ പറ്റിയില്ല, ഇംഗ്ലീഷ് പരീക്ഷ. അപ്പൊ ആ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ എന്റെ ഒരു വർഷം, ഏകദേശം ഒരു 5-8 മാസം നഷ്ടപ്പെട്ടു. പിന്നീട് സപ്ലി ആണല്ലോ ആശ്രയം. അപ്പോൾ ആ വർഷം ഉം. ഞാൻ ഈ അതിനുവേണ്ടി സപ്ലി എഴുതി 3 മാസം എൻ്റെ നാട്ടിലടുത്തുള്ള ഒരു പാരൽ കോളേജിൽ തൽക്കാലം ഒരു ട്യൂഷൻ പോലെ ഈ പരീക്ഷ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു, ക്ലാസ്സിന് വേണ്ടി. അന്ന് പരിചയപ്പെട്ട ഇപ്പോൾ എന്റെ സുഹൃത്തും അധ്യാപകനുമായ ശ്രീ ജയേന്ദ്ര മൊകേരി, സാഹിത്യ അക്കാദമി ജേതാവൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പ്രേരണയൊക്കെയാണ് വായനയിലേക്ക് സജീവമാകുന്നത്. അങ്ങനെ വായനക്ക് ആ ഇടവേളയിൽ ഞാൻ വായിക്കാൻ തുടങ്ങി, ഈ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഇടയിലുള്ള ആ മാസങ്ങളിൽ. വായനയിലൂടെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ചില പ്രത്യേകമായ രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമായിരുന്നു. പ്രത്യേകിച്ച് വർഗീയതയുടെ മറ്റൊരു ഒരു ട്വിസ്റ്റ് ഉണ്ടായി തീർന്നിട്ടുള്ള ഒരു കാലം. ഈ ബാബരി മസ്ജിദിന്റെ തകർക്കൽ, അതിനുശേഷം ഉണ്ടാകുന്ന രാജ്യം മുഴുവനുണ്ടായിട്ടുള്ള കലാപങ്ങൾ, അതൊക്കെ ഒരു ടീനേജുകാരനായ എന്റെ മനസ്സിൽ വായനയൊക്കെ തുടങ്ങിയ, രാഷ്ട്രീയ പൊതുകാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വല്ലാതെ അലട്ടിയ ഒരു കാര്യമായിരുന്നു അത്. ഈ ആ അനുഭവങ്ങളിൽ നിന്നാണ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. വായനയ്ക്ക് ശേഷം എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരു തോന്നലും ഒരു ആവശ്യകത ഉണ്ടായിത്തീരുകയും, പിന്നീട് ഡിഗ്രിക്ക് ചേർന്ന് BA പഠിക്കാൻ വേണ്ടി മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് എന്ന വടകരക്കടുത്തുള്ള പ്രശസ്തമായ കോളേജിൽ ചേരുകയും അവിടെ നിന്ന് കൂടുതലായി വായിക്കാൻ സാധിക്കുകയും ചെയ്തു. വായന എന്ന് പറഞ്ഞാൽ അങ്ങനെ വൈഡായിട്ടുള്ള ലോകസാഹിത്യം മുഴുവൻ വായിച്ച അങ്ങനെയുള്ള ഒരാളല്ലേ. അവൈലബിൾ ആയ പുസ്തകങ്ങൾ, തിരഞ്ഞെടുത്ത കുറച്ച് പുസ്തകങ്ങൾ, കോളേജ് ലൈബ്രറി, നാട്ടിലെ എന്റെ പ്രാദേശികമായ ലൈബ്രറികൾ, ഇതൊക്കെ ഉപയോഗിച്ച് വായനയിൽ വായിക്കുന്നതിൽ മുഴുകുക എന്നൊരു രീതി. അലക്ഷ്യമായ വായനയായിരുന്നില്ല, വായിക്കാൻ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന പുസ്തകങ്ങളിൽ ആയത്തിലേക്ക് പോകുക എന്നുള്ളൊരു മുങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. പിന്നീട് ഈ പുറത്തുള്ള കാലുഷ്യങ്ങളും സംഘർഷങ്ങളും എന്നെ അലട്ടുകയും, അത് ഒരു ചെറിയ മനുഷ്യൻ, വളരെ നിസ്സഹായനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിതിനെ എങ്ങനെ നേരിടും എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നാണ് സർഗാത്മകമായ എക്സ്പ്രഷൻസ്, ആവിഷ്കാരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നത്. ആദ്യം എഴുതി തുടങ്ങുകയാണ്, ചെറിയ രൂപത്തിലുള്ള കുറിപ്പുകളോ കവിതകളോ എന്നൊക്കെ വിളിക്കാവുന്ന എഴുത്തിലൂടെയായിരുന്നു തുടങ്ങിയത്. എഴുതാനിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഈ കുത്തി വരയാനും തുടങ്ങി എന്ന് പറയാം, എഴുതുന്ന നോട്ട് പുസ്തകങ്ങൾ. BA പഠനകാലത്ത് അതിന്റെ അവസാന ഘട്ടത്തിൽ ചിലതൊക്കെ പബ്ലിഷ് വരാനും, കോളേജ് മാഗസിനിലും കോളേജിൽ തന്നെ ചില ചുമർ പ്രസിദ്ധീകരണം എന്ന് പറയാ, എന്താ പറയാ, ഈ ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കാല്ലേ? ഓ, അതിലൊക്കെ ചെറുതായി എഴുതുകയും, പിന്നെ അതിന്റെ കൂടെ പതുക്കെ ഈ വര കൂടെ എക്സ്പ്രസ് ചെയ്യാനുള്ള, ആവിഷ്കരിക്കാനുള്ള കുറച്ചും കൂടി മൂർച്ചയുള്ള, കുറച്ചും കൂടെ എക്സ്പ്രസീവായ ഒരു മാധ്യമം ചിത്രകലയാണെന്ന് പതുക്കെ ചിത്രകലയിലുള്ള ചില ശ്രദ്ധേയരായ ആർട്ടിസ്റ്റുകളുടെ, അന്നത്തെ ഇലസ്ട്രേഷൻസ് ഒന്നും അല്ല എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്, എന്നാൽ ഇലസ്ട്രേഷൻ ജേണലുകളിൽ വന്നിരുന്ന ചില ചിത്രങ്ങൾ എന്നെ സ്വാധീനിച്ചത്. ഉദാഹരണത്തിന് ഈ ശ്രീ അച്യുതൻ കൂടല്ലൂരിലെ ചില രചനകൾ ഇലസ്ട്രേഷനായിട്ട് ഉപയോഗിച്ചിരുന്ന, അന്ന് പഴയ ഇന്ത്യ ടുഡേ, മലയാളം ഇന്ത്യ ടുഡേയിലും അതുപോലെ കൊച്ചുവാവയുടെ കഥകൾക്കൊക്കെ അച്യുതൻ കൂടല്ലൂര് വരച്ച കുറച്ച് ഡ്രോയിങ്സ്, വളരെ ശക്തമായ ഡ്രോയിങ്സ് ആയിരുന്നു. അതൊരു പേജ് അലങ്കാരമായിരുന്നില്ല, കഥയുടെ മർമ്മം, കഥയുടെ ആ സ്ട്രെങ്ത്തിനോട് ചേർന്ന് നിൽക്കുന്ന അതേ സ്ട്രെങ്ത്തിൽ നിൽക്കുന്ന ചില ഇലസ്ട്രേഷൻസ് ഒക്കെ അന്ന് ഞാൻ കാണാനിടയായി. നല്ല ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന, താള് അലങ്കരിക്കുന്ന, താളിനെ വർണ്ണശബളമാക്കി വായനക്കാരെ ആകർഷിക്കുന്ന തരം ആർട്ടിസ്റ്റുകളായിരുന്നില്ല അത്. ശക്തരായ
പ്രശസ്തരായ ചിത്രകാരന്മാർ അന്ന് ഇന്ത്യ ടുഡേയുടെ മലയാളം വേർഷന് വേണ്ടി മലയാളം ഇതിലേക്ക് വരച്ചിരുന്നു, പ്രസിദ്ധീകരണത്തിൽ വരച്ചിരുന്നു. അപ്പൊ അന്നത്തെ കഥകൾ വായിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ചിത്രങ്ങൾ വളരെ എന്നെ ഇൻസ്പയർ ചെയ്തു. ഈ പ്രത്യേകിച്ച് ഇപ്പോ ബാബു സേവ്യർ, അഭിമന്യു, അതുപോലെ ഈ അജയകുമാർ, പിന്നീട് അതിനുശേഷം ബാലഭാസ്കറിന്റെ വരകൾ ഭാഷാഭക്ഷണിയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഭാഗ്യനാഥൻ, മാധ്യമത്തിൽ കമറാം സജീവൊക്കെ ഉണ്ടായിരുന്ന കാലത്തായിരുന്നു തോന്നുന്നു. അന്ന് വര ഒരു സ്വതന്ത്രമായ രീതിയിൽ സ്വതന്ത്രമായ ഒരു അലങ്കാരപ്പണി മാത്രമല്ലാതെ വര അതിന്റെ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ഒരു കാലഘട്ടം. ആ കാലത്ത് ഈ വായന ആനുകാലികങ്ങൾ വായിക്കാനും അതില് ഈ ചിത്രങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനും തുടങ്ങി. പിന്നീട് ഗാലറികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ജേണലുകളിലും ഡെയിലി പത്രങ്ങളുടെ വാരാന്ത പതിപ്പുകളിലും വരുന്ന ഈ ചിത്ര കലയുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും മറ്റും വായിക്കാൻ തുടങ്ങി. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന അവസാന കാലഘട്ടത്തിൽ തന്നെ എന്റെ അടുത്തായിട്ട് വരുന്ന തലശ്ശേരിക്കടുത്ത് മാഹി കലാഗ്രാമത്തുമായിട്ട് ബന്ധപ്പെടുകയും അന്ന് ദേവമാഷ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ബന്ധപ്പെടുന്ന സ്ഥിരമായ പ്രദർശനങ്ങളും മറ്റു പരിപാടികളും ഡെമോൺസ്ട്രേഷൻസും ഒക്കെ പങ്കെടുക്കാനും അത് എന്നിൽ കൂടുതൽ ഈ ഒരു പ്രേരണ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് പഠനാനന്തരം ഞാൻ മുഴുവൻ സമയം എഴുത്തും വരയൊക്കെ ആയിട്ടുള്ള ലോകത്ത് തന്നെയായിരുന്നു. ബിരുദ പഠനത്തിന് ശേഷം ഞാൻ പിന്നീട് അക്കാഡമിക് ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. ഒരു തരം ഈ വായന, എഴുത്ത്, വര, സിനിമ ഈ ലോകത്തുകൂടെയുള്ള ഒരു അലച്ചിൽ. ആ അലച്ചിലിനിടയിൽ കുറച്ച് പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഞാൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു കവിത തന്നു ആ കവിതയ്ക്ക് വേണ്ടി ഞാൻ വരക്കുക, അല്ലെങ്കിൽ ഒരു കഥ തന്നു അതിന് വരക്കുകയായിരുന്നില്ല. ഞാൻ എൻ്റെ പുസ്തകത്തിലും നോട്ട് പുസ്തകങ്ങളിലും വരച്ചു വെച്ച ചിത്രങ്ങൾ ചിലത് എൻ്റെ അടുത്ത സുഹൃത്തായ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന റഷീദ്, അതുപോലെ മറ്റു ചില സുഹൃത്തുക്കൾ അന്ന് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KP ജയകുമാർ തുടങ്ങിയ സുഹൃത്തുക്കളൊക്കെ ഇത് ശ്രദ്ധിക്കുകയും അവർ എൻ്റെ കുറച്ച് ചിത്രങ്ങൾ അങ്ങനെ ഈ MG യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ശ്രീ നരേന്ദ്രപ്രസാദ് സാർ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് വിനയേന്ദ്രൻ മാഷ്, VC ഹാരിസ് സാറ്, P ബാലേന്ദ്രൻ സാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം പ്രഗത്ഭരായ ആളുകളൊക്കെ ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കുകയും ഞാൻ ഈ തുടക്കകാലത്ത് ചെയ്ത ഡ്രോയിങ്ങുകൾ ശ്രദ്ധിക്കുകയും അവരെന്നെ കാണണമെന്ന് താല്പര്യം കാണിച്ച് എന്നോട് ആവശ്യപ്പെടുക, ഈ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ട് ഞാൻ അവിടെ എത്തിച്ചേരുന്നു കോട്ടയത്ത്. അവിടെ വെച്ചാണ് എനിക്കൊരു മറ്റൊരു രീതിയിൽ ഞാനൊരു ഇലസ്ട്രേറ്ററായി പരിണമിക്കുന്നത് എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരാള് ശ്രീ VC ഹാരിസ് സാർ തന്നെയാണ്. അദ്ദേഹം എഡിറ്റ് ചെയ്യുന്ന ഒരു മാഗസിൻ ഇന്ത്യൻ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിലേക്കാണ് ആദ്യമായി, അത് ഇന്ത്യൻ ലിറ്റററി സർവേ ആണ് എന്നായിരുന്നു പേര്, എന്റെ ഓർമ്മ. സച്ചിദാനന്ദ സാറായിരുന്നു അതിന്റെ എഡിറ്റർ. അങ്ങനെ അതിലേക്ക് എന്റെ കുറച്ച് ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്തു കൊണ്ടാണ് ഞാൻ ഈ ഇലസ്ട്രേഷൻ ഒരു പരിപാടിയിലേക്ക് കടക്കുന്നത് എന്ന് പറയാം. ഹലോ കേൾക്കാം. ഞാൻ പറഞ്ഞത് വല്ലാതെ സ്പീഡായി പോയതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ സമയത്തിലൊന്ന് നമ്മൾ ഇതുവരെ നഷ്ടപ്പെട്ട സമയത്തിന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കൂടിയാണ്. ഇനിയൊരു കാര്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഓഡിയൻസ് കുറെ സമയമായി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോവാൻ തോന്നുന്നു. ചോദ്യങ്ങൾ ചോദിക്കാം. കാര്യം കവിത പിന്നാലെ വരും, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ദയവായി ശ്രീ ഷെരീഫിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർ താഴെ ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആരംഭിക്കാം, അതായിരിക്കും നല്ലത് അല്ലേ? ഇന്ന് ഹാൻഡ് റൈസിംഗ് ബട്ടൺ കാണുന്നില്ല ഇവിടെ, പക്ഷെ ഓഡിയൻസിന് താല്പര്യമുള്ളവർക്ക് പിന്നെ ഇൻവിറ്റേഷൻ അയക്കാം. ഓക്കെ, TN സുഷമ മെസ്സേജ് ഇട്ടാലും നമുക്ക് കാണാമല്ലോ. ഓക്കെ, ഞാൻ ഷെരീഫിനോട് ചോദിക്കാം. കാര്യം ഷെരീഫ് പറഞ്ഞു ഇന്ത്യൻ ലിറ്റററി സർവേയിലാണ് ആദ്യത്തെ ചിത്രം വന്നത് VC ഹാരിഷിന്റെ എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ ഷെരീഫിൻ്റെ ചിത്രങ്ങളിൽ പലതും ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ വ്യതിരിക്തമായ വ്യത്യസ്തമായ അനുഭവ തലങ്ങളുള്ള ചിത്രങ്ങളാണ്. കാര്യം അതിനൊരു അബ്സ്ട്രാക്റ്റ് ചിത്രങ്ങളുടെ മാതൃഭൂമിയിൽ അത് അങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് നേരത്തെ JR പ്രസാദായിരുന്നു. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു യഥാർത്ഥ ചിത്രങ്ങൾ അല്ലെങ്കിൽ മദൻ വരയ്ക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ നമ്പൂതിരി വരയ്ക്കുന്ന പോലെയുള്ള നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനുഷ്യരൂപമില്ലാത്ത ചിത്രങ്ങൾ കൂടുതലായി താങ്കൾ വരയ്ക്കുന്നുണ്ടല്ലോ. അതിനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അത് എനിക്ക് തോന്നുന്നു അബ്സ്ട്രാക്ട് എന്ന് പൂർണ്ണമായി പറയാവോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ വരകളെയും എടുത്ത് പറയുമ്പോൾ ഞാൻ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫിഗർ ഉള്ളതുണ്ട്, ഒരു സെമി അബ്സ്ട്രാക്ട് മൂഡിലുള്ളതുണ്ട്, ചിലപ്പോ ലാൻഡ്സ്കേപ്പ് മാത്രമായിട്ടുണ്ടാവാം. ഈ പറഞ്ഞ പൂർണ്ണമായ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പബ്ലിഷ് ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളിപ്പോ എന്തായാലും ഒരു റീഡറാ ഈ ഒരു ടെക്സ്റ്റുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണല്ലോ വരക്കുന്നത്. ഈ ടെക്സ്റ്റിന്റെ ഒരു അകമ്പടി സേവ എന്നതിലപ്പുറം ഒരു രചനയെ, ഒരു കൃതിയെ, അത് കവിത, കഥ, നോവൽ, ലേഖനം, പിന്നെ എന്തായാലും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിന്റെ ഒരു എസൻസിൽ വായിച്ചതിന് ശേഷം അതിന്റെ ഒരു സത്തയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ രചന നിർവഹിക്കുന്നത്. അതിന്റെ ശൈലി ഈ പറഞ്ഞ പോലെ പലപ്പോഴും പലതരത്തിലാവാം. പ്രത്യേകിച്ച് ഇതൊരു തൊഴിലായി മാറുമ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണോ കൃതി അതിനൊരു പർട്ടിക്കുലർ മൂഡുണ്ട്, ഒരു ഫീലുണ്ട്. ആ ഫീലിനെ സമാന്തരമായ അല്ലെങ്കിൽ ആ ഫീലുമായി അടുത്ത് നിൽക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രചനാരീതി ഈ കൃതിക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള ശ്രമമാണ് എപ്പോഴും നടത്താറുള്ളത്. പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു ശ്രമം എല്ലാ സമയത്തും വിജയിച്ചോളണമെന്നില്ല. കാരണം ഒന്ന്, ഈ പ്രവൃത്തി ഈ മാധ്യമ ലോകത്തെ വരാം, അതില് പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട ഒരു ടേമുകളിൽ ഒന്ന് ഡെഡ് ലൈൻ എന്നതാണല്ലോ. അപ്പോ ഈ ചാവുവരയുടെ വലിയ സമ്മർദ്ദം, സമയത്തിന്റെ വലിയ സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഈ വായിച്ച് മനസ്സിൽ അതിനൊരു രൂപപ്പെടുത്തി എടുക്കാനുള്ള, ഒരു റിലാക്സ് ചെയ്ത് ചിന്തിച്ച് വരക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഈ സമയത്തിന്റെ ഒരു സമ്മർദ്ദം പ്രധാന ഘടകമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്റെ ഒരു സ്റ്റൈലിനെ ബ്രാൻഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഞാന് ഈ കൃതികളുടെ ഒരു ആവശ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടി, വായനക്കാർക്ക് ഈ കൃതിയിലേക്ക് പോകാനും വായിക്കാനും ഇനി തിരിച്ച് ചിത്രത്തിലേക്ക് മടങ്ങി വരാനും ഒക്കെ ഉള്ളൊരു പാരലായിട്ടുള്ള ഒരു പ്രവൃത്തി. ഈ എഴുത്തും വിഷ്വലും ദൃശ്യവും കൂടി നിൽക്കുന്ന ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് മാഗസിൻ ജേർണലിസം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫോട്ടോസിനും ചിത്രങ്ങൾക്കും കാർട്ടൂണ് പോലെ അല്ലെങ്കിൽ രേഖാചിത്രങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ. ഈ വിഷ്വൽസ് ഇപ്പോ പഴയ ഒരു കാലമല്ല. ഇന്ന് നമുക്ക് പ്രിന്റിങ്ങിന് ഒരുപാട് സാധ്യതകൾ അഡ്വാൻസ്ഡ് ആയി, ഒരുപാട് പുരോഗമിച്ചു. പ്രിന്റിങ് സാധ്യതകൾ നമുക്ക് കളറിൽ ഏത് രീതിയിലും എല്ലാ സാങ്കേതിക തികവോട് കൂടിയും പ്രിന്റ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ വന്നു, അതിനുള്ള ഫെസിലിറ്റീസ് വർദ്ധിച്ചു. അപ്പൊ ആ സമയത്ത് ഈ ദൃശ്യ ഒരു മാഗസിന്റെ അല്ലെങ്കിൽ ഒരു പബ്ലിഷിംഗ് മേഖലയിലുള്ള ഒരു പുസ്തകത്തിനോ മാഗസിനോ പത്രത്തിനോ മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്കോ ഉള്ള സാധ്യതകൾ, ഈ പ്രിന്റിംഗ് സാധ്യതകളും അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ആവിഷ്കാരങ്ങളുടെ സാധ്യതകളും കൂടി, ഈ പരീക്ഷണങ്ങൾക്കുള്ള സാധ്യതകളും വർദ്ധിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഒരു കൃതിയുടെ ഫീല് അല്ലെങ്കിൽ ആ കൃതിയുടെ എസൻസ് അതിൽ നിന്നുകൊണ്ട്, അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സ്വന്തം രചന നിർവഹിക്കാൻ തന്നെയാണ് എപ്പോഴും ശ്രമിക്കുന്നത് എന്ന് പറയാം. അതേപോലെ താങ്കൾ ഈ പുതിയ സങ്കേതങ്ങൾ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടല്ലേ വരയ്ക്കുന്നത്, അതോ കൈകൊണ്ട് വരച്ചിട്ട് അതിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുള്ളത്? അതെ, പറയാം. അതെ, ചിലത് പക്ക ഡ്രോയിങ്, ഈ മാനുവൽ രചനകൾ തന്നെ നേരിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ശരിയാക്കിയെടുത്ത് ഫോട്ടോഷോപ്പ് ആണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാവുന്നത്, കാര്യമായി യൂസ് ചെയ്യുന്നത്. ഈ ഫോട്ടോഷോപ്പിന്റെ നമ്മൾ ഈ പ്രിന്റിങ് ഒരു മീഡിയയിൽ നിൽക്കുമ്പോൾ ഈ സമയം ഒരു പ്രധാന വിഷയമായതുകൊണ്ട്, ഘടകമായതുകൊണ്ട് പലപ്പോഴും ഇത്തരം ടെക്നോളജികൾ ഇത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു രചനയിലേക്ക് കിടക്കാനും
കൂടുതൽ ഈ പ്രിന്റിങ്ങിനുള്ള സാധ്യത, പ്രിന്റിങ്ങിൽ നല്ല അച്ചടിയിൽ നന്നായി മികവോടുകൂടി നിൽക്കുന്ന രചനകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത, ഒരു സൗകര്യം വർദ്ധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ ഉപയോഗിക്കുന്നു. ഇപ്പൊ എൻ്റെ ഒരു കുറെ കാലം മുമ്പ് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള പ്രശസ്ത ഡിസൈനർ സൈനുൽ ആബിദിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അതൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ ഗ്രാഫിക് മേഖല അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഇത് സാധ്യതകൾ അങ്ങനെ വ്യാപകമാകാത്തൊരു കാലഘട്ടത്തിൽ ഒരു 10-20 വർഷം മുമ്പ് അദ്ദേഹം ചെയ്യുന്നൊരു ഇന്ത്യ ടുഡേയിൽ അദ്ദേഹമായിട്ട് ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായി. ഇപ്പൊ കമ്പ്യൂട്ടർ ഈ പുസ്തകത്തിന്റെ കവറുകൾ ചെയ്യുന്ന കവറുകൾ ഇതൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ഡി സി ബുക്സിനും മറ്റു പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി ഇഷ്ടംപോലെ മാഗസിനുകളും പത്രങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങൾ റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ സാങ്കേതിക വിദ്യകൾ നമ്മളുടെ രചനകളുടെ ഈ ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു മൗലികത, അതിന്റെ ഒരു നൈസർഗിക, എന്താ പറയാ, സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി അന്ന്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം, ഇപ്പൊ ഒരു രചന നിർവഹിക്കാൻ ചാർക്കോൾ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. അത് ഇതിലെ ബേസിക്കായ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടൂള്, അടിസ്ഥാനപരമായ ടൂള് നമ്മൾ തന്നെയാണ്, നമ്മളുടെ മൈൻഡും നമ്മളുടെ കാഴ്ചപ്പാടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു. മീഡിയം എന്ത് തിരഞ്ഞെടുത്താലും ഞാനൊരിക്കലും ഒരു കാലത്തും ഒരു മീഡിയത്തിനും ഉറച്ചു നിന്ന അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ ഒരു മീഡിയം മൗലികവാദിയായിരുന്നില്ല. ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ വരുന്ന സംഗതികൾ കൊണ്ട് ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ കൂട്ടത്തിൽ ഇതും ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ അനുബന്ധമായി ചോദിക്കാം. ഇതിൻ്റെ ആദ്യ ഈ പരമ്പരയുടെ വരമൊഴി സാക്ഷ്യം പരമ്പരയുടെ ആദ്യ എപ്പിസോഡിൽ പങ്കെടുത്ത JR പ്രസാദ് ഇങ്ങോട്ട് തന്നെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ ചോദിക്കാതെ തന്നെ പറഞ്ഞു കാര്യം, എനിക്ക് അനാറ്റമി അറിയില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യ രൂപങ്ങളെ പൂർണ്ണതയോടെ വരയ്ക്കാൻ അറിയില്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ താങ്കളോട് ഇത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ, ഒരു നോവലിൻ്റെ ആദ്യം മുതലുള്ള രേഖാചിത്രങ്ങൾ വായിക്കുമ്പോൾ അതിലെ ചില പ്രത്യേക കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക രൂപം മനസ്സിലുണ്ടാകും. അല്ലെങ്കിൽ വരയ്ക്കുന്ന രേഖാചിത്രകാരൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു രൂപത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വരച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ താങ്കൾ പറഞ്ഞത് ഉള്ളടക്കം ഫീൽ കൊടുക്കുന്ന വരകളിൽ ഈ രൂപത്തിന്റെ ഘടകം എന്താണ് ശരിയേട്ടാ? രൂപമായി തന്നെ അത് ഉണ്ടാകേണ്ടതാണോ? അത് എനിക്ക് തോന്നിയ, ഞാൻ എൻ്റെ ഒരു വായനയും അതിന്റെ ആസ്വാദനവും വെച്ചുകൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന്, ഞാൻ ഡ്രാക്കുള എന്ന കൃതി ഇഷ്ടപ്പെട്ട ഒരാളാണ്. അത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഇഷ്ടപ്പെടുന്ന ഒരാളുമായിരിക്കും, ഇഷ്ടപ്പെട്ടവർ തന്നെയായിരിക്കും. നമുക്ക് അനുഭവമുള്ളൊരു കൃതിയാണല്ലോ ഡ്രാക്കുള. അതൊരു പിന്നെ ഒരു ഹൊറർ, ഒരു ക്ലാസിക് ആയിരിക്കാം. എങ്കിലും അത് ഒരു വായന എന്നുള്ളത് വായന തുടങ്ങുന്ന കാലഘട്ടത്തിൽ അത് നമ്മളുടെ ഞരമ്പുകളിൽ ഒരു പതി കയറിയ ഒരു കൃതി തന്നെയാണ്. പക്ഷെ ഞാൻ ആ കൃതിയുടെ, ഡ്രാക്കുളയുടെ ഇതുവരെ ആരെങ്കിലും വരച്ച ഏതെങ്കിലും ചിത്രങ്ങൾ അല്ലെങ്കിൽ ഡ്രാക്കുളയെ ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ രചനകൾ വന്നിട്ടുണ്ടാവാം, പിന്നെ വിഷ്വൽസ് വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഇപ്പോഴും ആ ദൃശ്യങ്ങളൊന്നുമല്ല. ഞാൻ വായിച്ച ഡ്രാക്കുള പുസ്തകത്തിന്റെ വളരെ പുറം പൊളിഞ്ഞ ഒരു കവറൊക്കെയാണ്, കവർ ചിത്രമൊന്നും വ്യക്തമല്ലാത്ത പഴയ ലൈബ്രറിയിലുള്ള ഒരു തുന്നിക്കെട്ടിയ ഡ്രാക്കുളയാണ് ഞാൻ ആദ്യം വായിച്ചത്. ഞാനതിൽ ഇപ്പോഴും അതിന്റെ വാക്കുകൾ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ദൃശ്യങ്ങൾ ഉണ്ടായി തന്നിട്ടുള്ളത്. അതിന്റെ വര, അതിനാരെങ്കിലും വരച്ച വര അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രാഫിക്സോ വിഷ്വൽസോ ഒന്നും എന്നെ അധികം സ്വാധീനിച്ചില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരുപാട് കൃതികളുണ്ട് ഇപ്പോ. പക്ഷെ എൻ്റെ ഉള്ളിൽ അതിന് ഒരു ദൃശ്യമുണ്ട്. ഞാനത് വേറെ തരത്തിൽ പിന്നെ സങ്കല്പിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ എൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട് പലതരത്തില്, പല വായനകൾ പലപ്പോഴായി വായിക്കുമ്പോൾ അത് മാറുന്നുണ്ട് എൻ്റെ ലൈഫിൽ പല ഘട്ടങ്ങൾ. ഉദാഹരണത്തിന് ഖസാക്കിന്റെ ഇതിഹാസം, ഞാൻ അതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ പലപ്പോഴും വായിക്കുമ്പോൾ അതിന്റെ പരമായ കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട്, ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ഒരു ലൈഫ്, മാനസിക നിലയുടെ വളർച്ച അല്ലെങ്കിൽ മുന്നോട്ട് പോക്കുക അല്ലെങ്കിൽ അതിന്റെ വ്യാപനത്തിനനുസരിച്ചും വ്യത്യാസപ്പെടുന്നുണ്ട് വിഷ്വൽസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു കൃതിയിൽ എഴുത്തുകാരൻ കാണുന്ന ഒരു രൂപം, ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അതിലുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള രൂപത്തെ വരക്കുക എന്നതിനോട് അല്ലെങ്കിൽ അത് കാണുന്നതിനോടും എനിക്ക്
വായനക്കാരൻ എന്നുള്ള നിലക്കും പ്രത്യേകിച്ച് എനിക്ക് ഒരു കൗതുകമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ വരക്കാരൻ എന്നുള്ള നിലക്കും ഞാൻ അതിലല്ല ശ്രദ്ധിക്കുന്നത്. ഞാൻ നോക്കുന്നത് അത് ഒരു കാലഘട്ടത്തിൽ അത് മസ്റ്റായിരുന്നു. ഇപ്പൊ മലയാള മനോരമ, മംഗളം പോലത്തെ കൃതികളിൽ വരുന്ന അന്നത്തെ പൈങ്കിളി നോവലുകൾ നമ്മൾ വിളിക്കുന്ന ജനകീയ നോവലുകളിലൊക്കെ ഈ ഫോട്ടോഗ്രാഫിക് ദൃശ്യങ്ങൾ, ഫോട്ടോ പോലെ അങ്ങനെ തന്നെ വരച്ചെടുത്തു. ബ്ലൗസും സാരിയും മുഖവും ആളും. അപ്പോ അത് കാണുന്നത് വലിയ കൗതുകകരമായിരുന്നു. ഇപ്പോഴും ആളുകൾ ചിലർ ഈ ഫോട്ടോ നോക്കി വരക്കുന്നതൊക്കെ വലിയ ആർട്ടായി, അതിനെ വലിയ കലാസംഭവമായിട്ടൊക്കെ ഇപ്പോഴും പറയുന്നത് കേൾക്കാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഞാനതിനെ വലിയ കലാപരമായ ഒരു മഹത്തായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഈ പകർപ്പുകൾ ഉണ്ടാക്കുന്നതിന് കല എന്ന് പറഞ്ഞാല് മൈൻഡിലൂടെ ഒരു 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 കൃതി വായിക്കും, ഒരു വായനക്കാരനായി ഞാൻ ആദ്യം അവിടെ മാറുന്നു. ഈ വായനക്കാരന്റെ മൈൻഡിൽ രൂപപ്പെടുന്ന ആ കൃതിയോട് അനുബന്ധിച്ച് രൂപപ്പെടുന്ന വിഷ്വൽസ് മറ്റൊരു വായനക്കാരന് അത് പങ്കുവെക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു ഇലസ്ട്രേറ്റർ ഒരിക്കലും ഒരു നോവലിന്റെ എന്നെ സംബന്ധിച്ചാണ് പറയുന്നത്, എല്ലാവരെയും കുറിച്ചല്ല, ഒരു നോവലിന്റെ, ഒരു കൃതിയുടെ, ഒരു രചനയുടെ ആധികാരികമായ അതിന്റെ ദൃശ്യവൽക്കരണം നടത്തുന്ന അതോറിറ്റി ആയിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ നടത്തുന്ന എന്റെ ഒരു പേഴ്സണൽ വായന അനുഭവം ദൃശ്യത്തിലൂടെ പങ്കുവെക്കുന്നു എന്ന് മാത്രം. അതിന് ഞാൻ പല രീതികൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ചില നോവലുകൾ വരയ്ക്കുമ്പോൾ ഈ ലാൻഡ്സ്കേപ്പുകൾ, മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ നിരീശ്വരൻ എന്ന് പറഞ്ഞ നോവലിന് വരച്ചത് വിജയ ജയന്തിന്റെ മറ്റൊരു തരത്തിൽ, അതിൽ ഫിഗറാണ് കൂടുതലുള്ളത്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചോദിച്ചതുപോലെ ഈ അളവുകോലുകളിലെ മനുഷ്യരൂപങ്ങളെ, കഥാപാത്രങ്ങളെ ഫോട്ടോഗ്രാഫിക്കായിട്ട് വരച്ചു വെച്ചതായിരിക്കില്ല. പക്ഷെ അതിൽ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് ഒരുതരം ഓർണമെന്റൽ സ്റ്റൈലിലുള്ള രൂപങ്ങൾ തന്നെയാണ് അതിൽ കൂടുതലുള്ളത്. അതൊരു സറ്റയർ സ്വഭാവമുള്ള ഒരു കൃതി എന്നുള്ള നിലക്ക് അതിനെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത് അങ്ങനെയാണ്. പിന്നെ ചെയ്തത് അന്ധകാരനായിക്ക്. അത് ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ, ആ ടെക്സ്റ്റ് തന്നെ പറയുന്ന പോലെ കേരളത്തിന്റെ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഒരു രചന ആണ് അതിൽ നിർവഹിക്കാൻ ചെയ്യും. ഇതൊന്നും തന്നെ മികച്ച രചനകളായി കാണുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ശ്രമിച്ചിട്ടുള്ളത് വായനക്കാർക്ക് ഏത് തരത്തിലും അതിന് വിശകലനം ചെയ്യാം, തള്ളിക്കളയാം, അതിന് ആക്ഷേപിക്കാം, ഒക്കെ ചെയ്യാം. അത് അവരുടെ തിരഞ്ഞെടുപ്പ്. പക്ഷെ ഞാനിതിനെ കാണുന്ന രീതി, അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്തിന്റെ രാജൻ സംഭവം എല്ലായിട്ട് ധ്വനിപ്പിക്കുന്ന, രാജനെ എന്ന പിന്നെ ചരിത്ര വ്യക്തിയെ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രത്തൊക്കെയാണ് അവതരിപ്പിച്ചത്. അത് ആ കാലമാണ് അതിൽ പ്രധാനം. ആ കാലത്തിന്റെ ഒരു വിങ്ങലുണ്ട്. അതിന്റെ ഒരു അടിയൊഴുക്ക്, ഈ നോവലിന്റെ അടിയൊഴുക്ക് അതാണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി പഴയ പേപ്പർ വാർത്തകളൊക്കെ, പത്രവാർത്തകളൊക്കെ കുറച്ച് റെഫർ ചെയ്യുന്ന കാലത്ത് റെഫർ ചെയ്തു. അതിന് ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു സ്റ്റൈലുണ്ട്. ഈ പഴയ കാലത്തെ പത്രങ്ങളുടെ ഒരു മഷിപുരങ്ങിയ അച്ചടി, ഇത്തിരി കരിപുരണ്ട അക്ഷരങ്ങളുടെ രൂപത്തിൽ അതിന്റെ ഒരു സ്റ്റൈലിൽ നിന്നാണ് അന്ധകാരനായി ഈ സന്തോഷ് കുമാറിന്റെ നോവലില് അത്തരം ഒരു മൂഡ് സൃഷ്ടിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇനി വേറൊരു കാര്യം കൂടി ഇതോടനുബന്ധിച്ച് പറയാം. ഇപ്പോ രണ്ടാം ഊഴം വളരെ ശ്രദ്ധിക്കപ്പെട്ട പ്രശസ്തമായ നോവൽ. MTയുടെ ഭീമനാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. നമ്പൂതിരിയുടെ ഭീമൻ വര അതിശക്തമായ ആവിഷ്കാരമാണ്. അത് എല്ലാവരും അത് ഇപ്പോഴും ഓർമ്മിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ അതിനെ മറ്റു തരത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനും ആ വര ആസ്വദിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കല്ലേ? ഞാനും അത് ആസ്വദിച്ചിട്ടുണ്ട്. അന്ന് ഒരു രചന വര എന്നുള്ളത്. പക്ഷെ ഭീമനെ ഞാൻ കാണുന്നത്, പ്രത്യേകിച്ച് എപ്പിക് കഥാപാത്രങ്ങൾ, ഇത്തരം പിന്നെ മഹത്തായ ക്ലാസിക്കുകളിൽ നിന്നുള്ള കഥാപാത്രങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനൊരു മാനദണ്ഡം, ആരോ ഒരാൾ കൊടുത്തിട്ടുള്ള ഒരു മാനദണ്ഡം. ഇപ്പം പഴയ രാജാരവിവർമ്മ ചിത്രങ്ങളുടെ ദേവന്മാര്, അല്ലെങ്കിൽ പിന്നെ പഴയ ഇതൊക്കെ പോലെ അതിനെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് അതിനെ കോപ്പി ചെയ്തുകൊണ്ട് പലരും ആവിഷ്കരിക്കുന്നതാണ്. ഇപ്പൊ നമ്പൂതിരി മറ്റൊരു തരത്തിൽ ഭീമനെ വരച്ചിട്ടുണ്ട്. ഞാനതിന് കാണുന്നത്, ഭീമൻ എന്ന് പറഞ്ഞത് ഒരു വ്യക്തി എന്നതിലപ്പുറം ഒരു കൺസെപ്റ്റ് ഉണ്ട്.
ഈ പ്രത്യേകിച്ച് ഈ ക്ലാസിക് കഥാപാത്രങ്ങൾ അതൊരു വെറും രൂപമല്ല, ഒരു ശരീരം മാത്രമായിട്ട് ഞാൻ കാണാൻ എനിക്ക് അങ്ങനെയല്ല ഞാൻ കാണുന്നത്. ഇപ്പോ ശരീരം നമ്മൾ തന്നെ നിങ്ങൾ ഇപ്പോ ഞാനും നിങ്ങളും ഒരു ഓരോ ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന രൂപഘടനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളുടെ ഒരൊറ്റ രൂപം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഫോട്ടോ ആണ്. സ്റ്റിൽ ഫോട്ടോ നമ്മളുടെ ജഡതുല്യമായ ഒരു എക്സ്പ്രഷൻ ആണ്. അതൊരു നിമിഷത്തിന് അത് ഘനീഭവിപ്പിക്കുന്ന ഒരു നിമിഷത്തെയാണ് അവതരിപ്പിക്കുന്നത്. അത് ജീവനോടെയുള്ള ഒന്നിനല്ല. അതിൽ ജീവൻ ഇല്ല. വീഡിയോയിലായ നമ്മളിപ്പോ സ്വകാര്യമായി നമ്മളുടെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഓരോ നിമിഷത്തിലും നമ്മളുടെ രൂപങ്ങൾ നമ്മളുടെ ആന്തരികമായ ഒരു ഇതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ കഥാപാത്രങ്ങളെ വരക്കുക അല്ലെങ്കിൽ അത് വരച്ച് കാണിക്കുക എന്ന രീതി എനിക്ക് പണ്ട് മുതലേ തുടക്കം മുതലേ ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഈ കഥാപാത്രങ്ങളെ വരക്കാനും ശ്രമിക്കാറുണ്ട്. അതായത് ഈ കഥയുടെ ഫീല് ഉൾക്കൊള്ളുന്ന കഥാപാത്രം. ഞാൻ വിചാരിക്കുന്നത് കഥയുടെ ഫീലിന്റെ അനാട്ടമി അതിനെ എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോ എക്സ്പ്രഷന്റെ കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ അതിന്റെ ഒരു ക്വാളിറ്റിയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം. അത് പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ ടെക്സ്റ്റുകളും എല്ലാ രചനകളും ചിലപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് അടുപ്പം തോന്നുന്ന ഒരു കംഫർട്ടായിട്ട് തോന്നിയെന്ന് വരില്ല. സമയത്തിന്റെ സമ്മർദ്ദമുണ്ട്. പലപ്പോഴും ഈ ജോലിയുടെ ഒരു ചാക്രികത, അതിന്റെ വിരസത, ഇതൊക്കെ നമ്മളുടെ രചനകളിൽ പലപ്പോഴും ദുർബലപ്പെടുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിനെ സാധാരണ ശരാശരിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവാം. ഇതൊക്കെ സംഭവിക്കും, സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. പക്ഷെ ഈ ഞാൻ ചിത്രകല ഈ ഇലസ്ട്രേഷൻ ഞാൻ നിരീക്ഷിക്കുന്ന കാലത്തും ഞാൻ ആസ്വദിച്ചിരുന്നത് ഈ യഥാർത്ഥമായി ഫോട്ടോഗ്രാഫിക്കായിട്ട് കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സന്ദർഭങ്ങളെ വരച്ചു വെച്ചിരിക്കുന്ന രചനകളായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഈ നല്ല പെയിന്റേഴ്സ്, ഈ പാച്ചുടൻ കൊള്ളൂർ പോലത്തെ ആളുകൾ, ഈ അതുപോലെ സക്കീർ ഹുസൈൻ, ഭാസ്കർ, ഇവരൊക്കെ ചെയ്യുന്ന ഇവര് ഫിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഫിഗറുകളിൽ ഈ കഥയുടെ അല്ലെങ്കിൽ കൃതിയുടെ ഒരു സത്ത ആണ് ആ ഫിഗറുകളിൽ അവരെ ആവിഷ്കരിക്കാൻ അവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ടോം വട്ടക്കുയ്യൽ പോലത്തെ ആളുകൾ ഫിഗർ തന്നെയാണ്, രൂപങ്ങൾ തന്നെയാണ് വരക്കുന്നത്. പക്ഷെ ആ രൂപങ്ങൾ ഈ കഥാപാത്രങ്ങളുടെ ഫോട്ടോഗ്രാഫിക് ഒരു ആവിഷ്കാരമല്ല. അത് ഒരു പെയിന്റിങ്ങിന് തുല്യമായിട്ടുള്ള എക്സ്പ്രഷൻ തന്നെയാണ് ഇലസ്ട്രേഷനിലും അതേപോലെ നടത്തിക്കോളും. അത്തരം രചനകളൊക്കെയാണ് ഞാൻ കൂടുതലും ആസ്വദിച്ചിട്ടുള്ളത്, ഈ ജേണലുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും വന്നിട്ടുള്ളത്. എന്റെ ഒരു ആസ്വാദനം തുടങ്ങിയ കാലത്തും അങ്ങനെയായിരുന്നു. ആ രീതിയിലൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രത്യേക മാനദണ്ഡം വെച്ചുകൊണ്ട് ഞാൻ ഒരു കൃതിയെയും സമീപിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ ഇന്ന് കിട്ടുന്ന ഒരു രചന ഞാൻ നാളെ അത് വരക്കുന്നത് ഏറ്റവും പുതിയൊരു ആ രചനയുമായിട്ട് വളരെ കൂടുതൽ അടുത്ത് നിൽക്കുന്ന പുതിയൊരു ആവിഷ്കാര സങ്കേതം അത് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. പലപ്പോഴും വിജയിച്ചു വന്നു വരില്ല. അതാണ് ശ്രമിക്കുന്നത്. അത് വളരെ ഗംഭീരമായ ഒരു വിശദീകരണമാണ്. കാര്യം ഈ ഞാനീ പറഞ്ഞ ജയപ്രസാദിന്റെ മദൻ പകെടുത്ത ആ പരമ്പരയിൽ തന്നെ രണ്ടുപേരും പറഞ്ഞു എന്നാണ് തോന്നുന്നത്. കാര്യം ഇത് മലയാളത്തിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ക്ലാസിക് രചനകൾക്ക്, നോവലുകൾക്ക്, വിവർത്തനങ്ങൾക്കൊക്കെ ഇപ്പോഴും പല തലമുറയുടെ മനസ്സിൽ നിൽക്കുന്ന വലിയ രൂപങ്ങൾ, ആഴത്തിലുള്ള രൂപങ്ങൾ വരച്ച യേസു പറഞ്ഞു അത്രേ, ഈ കൃതികൾക്ക് ഒരു രേഖാചിത്രങ്ങൾ ആവശ്യമില്ല. കാര്യം വായനക്കാരുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിത്രങ്ങൾക്ക് ഈ രചനകൾ വിഘാതമായി നിൽക്കും എന്ന് യേസു പറഞ്ഞു എന്ന് ഇവര് പറയുകയുണ്ടായി. അത് ഒരു കാലത്ത് ഇതിനെക്കുറിച്ചുണ്ട്. അല്ല, ഒരു കാലഘട്ടത്തിൽ, ഉദാഹരണത്തിന് നമ്മളുടെ സിനിമ, നമ്മളുടെ പിന്നെ എല്ലാ കലയും എല്ലാ എഴുത്ത് എന്തായാലും ഒരു കാലഘട്ടത്തിൽ അത് അതിന്റെ ആവിഷ്കാര പിന്നെ രീതികൾക്ക് ഉണ്ടാകുന്ന ഒരു പിന്നെ പ്രത്യേകത. ഉദാഹരണത്തിന് ഇപ്പൊ സിനിമ എടുക്കുക, മലയാള സിനിമ ഒരു കാലത്ത് അത് നാടകത്തിൽ നിന്നും സിനിമയിലേക്കുള്ള അതിന്റെ ഒരു പരിണാമ ദശയിൽ അത് പിന്നെ തിരശ്ശീലയിൽ കാണുന്ന നാടകം പോലെ തന്നെയായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതിന്റെ വളർച്ച നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ
എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത്. അപ്പോ അത്രയും മുന്നോട്ട് നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, രചന ആവിഷ്കാരങ്ങൾ മാറുന്നു, എഴുത്ത് രീതി മാറുന്നു, കാണൽ മാറുന്നു, വായന മാറുന്നു. പക്ഷേ അതിന്റെ വരകൾ ഇപ്പോഴും പിന്നെ ഈ പറഞ്ഞ 100 കൊല്ലം മുമ്പത്തെ കൺസെപ്റ്റിൽ രീതിയിൽ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ അതും ഇതെല്ലാം മാറുന്നുണ്ടല്ലോ. അപ്പോ സിനിമയുടെ മാറ്റം പോലെ നാടകത്തിൽ നിന്ന് തിരശ്ശീലയിലുള്ള നാടകം പോലെ വന്നുകൊണ്ടിരുന്ന സിനിമ ഇന്ന് നമ്മൾ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുക്കുന്ന ഏട് എന്ന് പറയുന്ന പോലെ ഒരുതരം ഇൻസ്റ്റാളേഷൻ സ്വഭാവത്തിൽ സിനിമകൾ മാറിയിരിക്കുന്നു. അത് ലൈഫിനെ അങ്ങനെ തന്നെ എടുത്ത് ഈ ഇതിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു ഇൻസ്റ്റാളേഷൻ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ അത്ര കൂടുതൽ റിയൽസത്തിന് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ കഥാപാത്രത്തിന്റെ ഫോട്ടോ അല്ല, കഥാപാത്രത്തിന്റെ ആന്തരികമായ അതിന്റെ അയാളുടെ ആത്മാവ്, അതിന്റെ എസൻസ് അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അയാളുടെ രൂപം ഒരു ഫോട്ടോഗ്രാഫിക് രൂപം തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പല രീതികൾ അവലംബിക്കാം. ഇപ്പോ ചിത്രകലയിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങള്, ദൃശ്യകലയിൽ ഉണ്ടായ മുന്നേറ്റങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ സത്യത്തില് ഒരു സാമ്പ്രദായിക ഇലസ്ട്രേറ്റർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി ശ്രമിച്ച് ഇതിലേക്ക് വന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വരച്ചിരുന്ന ചിത്രങ്ങൾ ആദ്യം പബ്ലിഷ് ചെയ്യപ്പെട്ടു, പിന്നീട് അതിന്റെ തൊഴിലായി മാറുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പം മാധ്യമ വീക്കിലിയിലും മറ്റും ഞാൻ മുൻകൂർ ഒരു ഇലസ്ട്രേഷൻ പോലെ ഞാൻ വരച്ചിരുന്ന ചിത്രങ്ങൾ അവരെ പിന്നെ എഡിറ്റോറിയലിൽ എത്തുന്നു, ഞാൻ കൊണ്ടു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് ചിലർ ആവശ്യപ്പെടുന്നു, വാങ്ങുന്നു. അത് അവര് ചിലപ്പോൾ ചില കൃതികളുമായിട്ട് ചേർത്ത് വെക്കുന്നു, ഇന്ന കവിതയുമായിട്ട് ഇത് ചേർന്ന് നിൽക്കും. ആ രീതിയിലുള്ള ഒരു മുൻകൂർ ഇലസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു പാരലായ പ്രവൃത്തിയായിട്ട് ഞാൻ അങ്ങനെയും എന്റെ ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. ആദ്യം ചിത്രങ്ങൾ മാത്രമായിട്ട് അന്ന് പബ്ലിഷ് ചെയ്തിരുന്ന ഒരു രീതി. ഉദാഹരണത്തിന് നമ്മൾ കവിത അയച്ചു കൊടുക്കുന്നത് പോലെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുന്നു ചില പ്രസിദ്ധീകരണങ്ങളിൽ. അപ്പൊ അവരത് പബ്ലിഷ് ചെയ്യുന്നത് അതിനു മുമ്പ് അധികം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്റെ ചിത്രങ്ങൾ അങ്ങനെ ധാരാളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എഡിറ്റേഴ്സ് അത് കണ്ട് ഇത് ഇന്ന ആവശ്യത്തിന് കൊടുക്കാം, ഇത് പുസ്തകത്തിന് വീക്കിലി കവറായി കൊടുക്കാം. പബ്ലിഷിംഗ് സ്ഥാപനങ്ങളാണെങ്കിൽ ചില പുസ്തകങ്ങൾക്ക് കവറായി ഉപയോഗിക്കുന്നു, ആനുകാലികങ്ങൾക്ക് കവറായും ഏതെങ്കിലും ലേഖനത്തിന്റെ കൂടെ ചേർക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്റെ ചിത്രങ്ങൾ. അതിൽ നിന്ന് ഒരു ടെസ്റ്റ് മെല്ലെ മെല്ലെ ഞാൻ ഈ തൊഴിലായി മാറുകയും അങ്ങനെ ഞാനിതിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു എന്ന് മാത്രം. ഈ തൊഴിലിൽ നിൽക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രമിക്കുന്നത് ഈ വീക്കിലിയുടെ താളുകൾ കൃതിയോട് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു പ്രദർശനശാലയാക്കി മാറ്റാനുള്ള ഒരു കുതന്ത്രം കൂടി ഇതിന് കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നോക്കുന്നത്. ഈ ഒരു സമാന്തരമായ ഒരു ശ്രമം. എന്നാൽ കൃതി വായിക്കാതെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരിക്കും അത്. ചിലർ ചോദിക്കാറുണ്ട്, ഈ വായിക്കാറുണ്ടോ, ഈ രചനകളൊക്കെ എല്ലാം വായിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. കേൾക്കാല്ലേ പ്രതീക്ഷ? ഹലോ, കേൾക്കാലോ? അപ്പൊ വരാൻ പോകുന്ന ആ ചോദ്യത്തിന് കൂടി ഇപ്പൊ ഉത്തരം പറയാം. നിങ്ങൾ വായിക്കാറില്ലേ എന്നൊക്കെ ചിലപ്പോ ചോദിക്കാറുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഞാൻ വായനയിലൂടെ തുടങ്ങിയ പിന്നീട് എഴുത്തിപ്പോ എഴുതുന്നുണ്ട്. ഞാനൊരു ഗ്രന്ഥകാരെന്ന് ആദ്യം സൂചിപ്പിച്ചതിനെ ഞാനിപ്പോ തൽക്കാലം ഞാൻ അതില് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഗ്രന്ഥകാരനൊന്ന് പറഞ്ഞോളാം. വളരെ ചെറിയ രൂപത്തിൽ ചില കാര്യങ്ങൾ എഴുതിയെന്ന് മാത്രം. അത് എഴുത്ത് എന്ന് പറയുന്നതിൽ നല്ലത് വര തന്നെയാണ്. വരയ വാക്കുകളിലൂടെ വരഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. ആ രീതിയിലുള്ള 2 ചെറു പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് കുറിപ്പുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. അപ്പൊ ഇതില് ഈ വായിക്കാറില്ല എന്ന് ചോദിക്കും. ചില രചനകൾ കാണുമ്പോൾ, ചില ഇലസ്ട്രേഷൻ കാണുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, ഇതൊക്കെ വായിക്കാൻ സമയം കിട്ടുമോ, വായിക്കാറുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. സത്യം എന്തായി പറഞ്ഞാൽ ഞാൻ എന്റെ കയ്യിൽ കിട്ടുന്ന ഏത് കൃതിയും, കവിതയാകട്ടെ നോവലാകട്ടെ ഒരു ലേഖനമാകട്ടെ എന്തായാലും മിനിമം 3 തവണയെങ്കിലും അത് വായിച്ചുകൊണ്ടാണ് അതിന് വരക്കാനിരിക്കുന്നത്. ആദ്യത്തെ വായന ഒരു ഓട്ടപ്രദർശനമായിരിക്കാം. രണ്ടാമത്തത്, ആദ്യത്തെ വായനയിൽ വളരെ ഇൻസ്പയറിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു കൃതിയാണെങ്കിൽ
പെട്ടെന്ന് തന്നെ വരയ്ക്കാനുള്ള ഒരു താല്പര്യവും ഉണർവും നമ്മളിലുണ്ടാവും. പക്ഷെ ചില നിർഭാഗ്യവശാൽ കണ്ടംപററി ലിറ്ററേച്ചറിലൊക്കെ വരുന്ന പല സമകാലികമായ എഴുത്തിൽ പലതും അങ്ങനെ നമ്മളെ ഉണർത്തുന്ന ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ 2ഉം 3ഉം തവണ വായിച്ച്, ഇത് കൂടുതൽ വായിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഇത് വരയ്ക്കാനുള്ള ഒരു സാധ്യത അന്വേഷിച്ച് മാത്രമല്ല, ഈ ഇഷ്ടമില്ലാത്ത ഒരു ടെക്സ്റ്റ് നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ല, പഠിപ്പിക്കുന്ന ഒന്നായിരിക്കാം, പക്ഷെ അതിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വായനയുണ്ട്. അത് എന്താന്ന് വെച്ചാല്, ഈ കൃതിയുമായിട്ട് നമുക്കൊരു അടുപ്പം തോന്നുന്നില്ലെങ്കിൽ അതിന് വരക്കുന്നത് യാന്ത്രികമായി പോകാനിടയുണ്ട്. യാന്ത്രികമായ വര അല്ലെങ്കിൽ അത്ര മെക്കാനിക്കലായ ഒരു വര എനിക്ക് ശീലമില്ലാത്ത ഒന്നാണ്. ഞാൻ ശ്രമിക്കുന്നത് ഈ കൃതി ഉണ്ടാക്കിയ ഒരാളുടെ അയാളുടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട്. അതിന് തുല്യമായ അല്ലെങ്കിൽ പോലും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു എഫേർട്ടിലൂടെ നമുക്ക് വേറൊരു റീക്രിയേഷൻ ഈ ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട്, ടെക്സ്റ്റിന്റെ എസൻസിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കൃതിയാണെങ്കിൽ ഞാൻ കൂടുതൽ തവണ അത് വായിക്കുന്നുണ്ട്. അതിനെ ഇഷ്ടപ്പെടുത്താനുള്ള അല്ലെങ്കിൽ നമ്മളുടെ അടുപ്പം തോന്നിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഒരു താല്പര്യവുമായി കൂടുതൽ തവണ അത് വായിക്കുന്നു. ചിലപ്പോൾ മിനിമം 3 തവണയെങ്കിലും എല്ലാ രചനകളും വായിക്കുന്നുണ്ട്. അങ്ങനെയാണ് വരക്കാൻ ശ്രമിക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കും, ഈ കൃതിയുമായിട്ട് ചേർന്ന് വായിച്ചുകൊണ്ട് തന്നെയാണോ വരക്കുന്നതിന് പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് മുൻകൂർ പറഞ്ഞത്. ഷെരീഫ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കവിതയെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷനാണ്. കവിത ഈ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് കവിയുന്നതാണ് കവിത എന്നൊരു ഇതുണ്ടല്ലോ, അതിനൊരു നിർവചനം ഉണ്ടല്ലോ. അതേപോലെ ഷെരീഫിൻ്റെ വരകൾ ഈ വരകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതാണ്. കാര്യം വായനക്കാരന് പൂരിപ്പിക്കാവുന്ന ഒട്ടേറെ സ്പേസ് വിട്ടിട്ടാണ് താങ്കൾ വരച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യം എനിക്കും വേറൊരാൾക്കും മൂന്നാമതും നാലാമതും ഒരാൾക്കും കവിത വായിച്ച് പൂരിപ്പിക്കുന്ന പോലെ തന്നെ ഈ വരകൾ കണ്ട് സ്വന്തമായ നിഗമനങ്ങളിലും രൂപങ്ങളിലും എത്താം, അല്ലേ? അതെ 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 അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ക്ലാസിക് ഞാൻ വായിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ലോകോത്തരമായ കൃതികൾ, ഇപ്പൊ ഖസാക്കിൻ ഇതിഹാസത്തിന്റെ ചിത്രങ്ങൾ ഞാൻ അധികം, ഇപ്പൊ ഏസിന്റെ ചിത്രങ്ങൾ ഖസാക്കിന് ആഴ്ചപ്പതിപ്പിൽ വരച്ചതൊക്കെ മികച്ച രചനകൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ പുസ്തകത്തിൽ ഇല്ലസ്ട്രേഷനോട് കൂടിയല്ല വായിച്ചിട്ടുള്ളത് ഖസാക്കൊന്നും തന്നെ. അപ്പോ 2-ാം ഊഴം അടക്കം ഞാൻ നമ്പൂതിരിയുടെ ചിത്രത്തിലുള്ള ഭീമനെയല്ല ഞാൻ കാണുന്നത് കേട്ടോ, സത്യം പറഞ്ഞാല്. ഇപ്പോ നമ്പൂതിരിയുടെ രചന മികച്ചത്, അദ്ദേഹത്തിന്റെ ഒരു ശക്തമായ ഡ്രോയിങ്സ് തന്നെയാണ്, അത് അങ്ങനെ കാണുന്നു. പക്ഷെ ഞാൻ ഭീമനെ കാണുന്നത് അങ്ങനെയല്ല. എന്റെ മനസ്സിലുള്ള ഭീമൻ മറ്റൊന്നാണ്. ഈ ഒരു ജിമ്മ് ഏതോ ഒരു സ്ഥലത്തൊരു ഭീമൻ ശില്പം ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു ഭീമൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭീമന്റെ ശരീര ശക്തി മാത്രമല്ല പ്രധാനം ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇതില് ഈ ഖസാക്കിന്റെ ദൃശ്യങ്ങൾ, അതൊക്കെ ഒരു മാന്ത്രികമായ ഒരു കാഴ്ചകൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സൃഷ്ടിക്കുന്നുണ്ട്. അതൊന്നും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് വാക്കുകൾക്കുള്ള വലിയൊരു ഈ ശേഷിയാണത്. എല്ലാ കാര്യങ്ങളൊന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ദൃശ്യങ്ങൾക്ക് അതുപോലെ തന്നെ എഴുതാൻ പറ്റാത്ത പലരും ദൃശ്യങ്ങളിലൂടെ മാത്രമായിട്ട് കൊണ്ടുവരാനും പറ്റും. ഈ രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെയൊക്കെ ഉറവിടം ഒന്ന് തന്നെ ഈ എക്സ്പ്രസ് ചെയ്യുന്നതന്നെ. ഇപ്പോ നമ്മൾ വായനക്കാർക്ക് അവസരം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാനൊരു കല ആസ്വദിക്കുന്നതും നമ്മളിപ്പോ ഏത് കലയും ഒരു സംഗീതം കേൾക്കുമ്പോൾ ആ സംഗീതം പാടുന്ന ആളായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മൾ താളം വിളിക്കുകയും തലയാട്ടുകയും മൂളുകയും ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് വളരാനുള്ള ഒരു ശ്രമമാണല്ലോ നടത്തുന്നത്, അദ്ദേഹമായിട്ട് മാറാനുള്ള, അദ്ദേഹമായിട്ട് ലയിച്ചു ചേരാനുള്ള ഒരു സംഗീതജ്ഞനുമായിട്ട്. അതുപോലെ രചനകള് അനുവാചകനെ, ആസ്വാദകനെ അതാക്കി തീർക്കുന്നിടത്താണ് ഒരു യഥാർത്ഥ കലയായി മാറുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാനും അത് ഇഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ളൊരു ആസ്വാദനം. അപ്പം ഹേമലത, ചോദ്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ബാക്കി ഇവിടെ കേൾക്കുന്നവർ ഇതിലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത്
ഷരീഫിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കവിത ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും, ഇപ്പോൾ എത്തും. ഓക്കെ, അപ്പം നമുക്ക് ഷരീഫിൻ്റെ ബാക്കി രചനയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങുകൾ, അങ്ങനെ ലളിതകലാ അക്കാദമി എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അതെ, എനിക്ക് തോന്നുന്നത് ഞാൻ ഇലസ്ട്രേഷൻ ഈ ഒരു മാധ്യമങ്ങളിലൂടെയുള്ള വര തുടങ്ങുന്നതിന് അടുത്ത് ഏകദേശം 2003 ആണ് ആദ്യത്തെ ആ കാലഘട്ടത്തിൽ മാധ്യമം വായിച്ചപ്പതിപ്പൊക്കെ വരച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ ആദ്യത്തെ എന്റെ സോളോ എക്സിബിഷൻ നടത്തിയത് അത് കോഴിക്കോട് ആർട്ട് ഗാലറിയിലായിരുന്നു. അതിന് തൊട്ടു മുമ്പുള്ള 1-2 വർഷങ്ങളിൽ ഞാൻ എന്റെ നാട്ടുംപുറങ്ങളിലും മറ്റും ഈ സ്വദേശ ചിത്രരചനകൾ, അതായത് പൊളിറ്റിക്കലായിട്ടുള്ള എന്റെ എക്സ്പ്രഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു രാഷ്ട്രീയമായ കാരണങ്ങളാലോ സാമൂഹിക കാരണങ്ങളാലോ ഈ ഇതിലേക്ക് എടുത്തറിയപ്പെട്ട ഒരാളാന്ന് പറയാം. പെട്ടെന്ന് ഞാനത് എനിക്ക് ആവിഷ്കരിക്കണമെന്ന് തോന്നി. അതിന് കൂടുതൽ ഷാർപ്പായിട്ടുള്ള എഴുത്ത് പോലെ തന്നെ എഴുത്തിനേക്കാളും കൂടുതൽ തീവ്രമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു രംഗമാണിതെന്നും എനിക്കതിൽ പൂർവ്വ ഒരു അനുഭവങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എടുത്തറിയപ്പെടുകയായിരുന്നു എന്ന് പറയാം. അതൊരു രാഷ്ട്രീയമായ ഒരു കാരണങ്ങളാൽ ചിത്രകാരനായി തീർന്ന ഒരാളെന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ശരി. അപ്പൊ ആ സമയത്ത് തെരുവുകളിലായിരുന്നു ഞാൻ കൂടുതൽ പ്രദർശിപ്പിച്ചിരുന്നത്. തെരുവ് പ്രദർശനങ്ങൾ, നാട്ടിലുള്ള പല ഈ സാംസ്കാരിക സംഘടനകളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ അനുഭവമുള്ള ഇവർക്കൊക്കെ വേണ്ടി ഒരുപാട് വെറുതെ വരച്ചു. അത് ചിലപ്പം കുപ്പയിലോ വലിച്ചെറിയോ ഒരു പ്രദർശനം കഴിഞ്ഞ് തെരുവുകളിൽ തന്നെ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ യുദ്ധവിരുദ്ധ ചിത്രപ്രദർശനം, വർഗീയതക്കെതിരെയുള്ള എക്സ്പ്രഷൻസ്, അങ്ങനെ ഒക്കെ എന്റെ നാട്ടിലും പരിസരങ്ങളിലും സ്ട്രീറ്റുകളിലൊക്കെ ചെയ്തു. അതിനുശേഷം ആദ്യത്തെ ഒരു പ്രദർശനം ഒരു ഗാലറിയിൽ നടത്തുന്നത് 2003 കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി ഒരു സോളോ എക്സിബിഷൻ നടത്തുന്നു. അന്ന് ആർട്ടിസ്റ്റ് പ്രഭാകരൻ, കവിതാ മുഖർജി പലരും അതിൽ സംബന്ധിച്ചിട്ടുണ്ട്. കൽപ്പറ്റ നാരായണൻ മാഷ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. KC നാരായണൻ സാറൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഹലോ സാർ, അത് പെട്ടെന്ന് മഴ പെയ്തു, ഞാനൊന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഹലോ, മഴയത്ത് നിന്ന് താഴെ ഇറങ്ങുമ്പോ. ഹലോ, ഇതുവരെ പോയിട്ടില്ല, കുഴപ്പമില്ല. അതെ, അത് നല്ല മഴ, പെട്ടെന്ന് ശക്തമായ മഴ പെയ്തു. അപ്പൊ പെട്ടുപോയി. കോൺക്രീറ്റിന്റെ മേലെയായിരുന്നു, റൂഫിന്റെ മേലെയായിരുന്നു. അപ്പം അപ്പൊ ആ പ്രദർശനത്തിൽ ഉള്ള ചിത്രങ്ങളിൽ എനിക്ക് അതിന്റെ ഒരു ആസ്വാദനത്തിൽ പ്രധാനമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു വാചകം പ്രഭാകരേട്ടന്റെ ഒരു വാക്കുണ്ടായിരുന്നു അന്ന്, ആർട്ടിസ്റ്റ് പ്രഭാകരേട്ടന്റെ. അന്ന് ഞാനാണെങ്കിൽ ഒരു കുഗ്രാമത്തുനിന്ന് ഒരു മാളത്തിൽ നിന്ന് വരച്ചുകൊണ്ടിരുന്ന ഒരാള് കോഴിക്കോട് അങ്ങാടിയിലേക്ക് വന്നൊരു പ്രദർശനം നടത്തുന്നത് എല്ലാവർക്കും അറിയില്ല. ഈ കുറച്ച് ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മാധ്യമത്തിലൊക്കെ, ചില ലിറ്റിൽ മാഗസിനുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു എക്സിബിഷൻ ആയിട്ട് വരുമ്പോ ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സപ്പോർട്ട് അതിന് കിട്ടിയായിട്ട് എനിക്ക് തോന്നി. അതിന്റെ കാരണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നിലവിലുള്ള ഒരു വൃത്തിശീലങ്ങൾ, വരയുടെ ഒരു വൃത്തിശീലങ്ങളിൽ വരയുടെ ഒരു ഫ്രെയിമില് നിൽക്കുന്ന രചനകളായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഒരു കൗതുകത്തോടെയും അതിനെ ആക്രമിക്കാനുള്ള ഒരു വാഞ്ചയോടുകൂടെ, എന്നാൽ ചില പ്രഗത്ഭര് അതിനെ ഒരു സഹാനുഭൂതിയോടെ നിരീക്ഷിച്ചതും അത് നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അതിന് പ്രധാനപ്പെട്ട ഒരു അനുഭവമായിരുന്നു ആർട്ടിസ്റ്റ് പ്രഭാകരൻ പോലത്തെ മഹാനായ ഒരു ചിത്രകാരൻ. ഞാൻ അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മള് പല കാരണങ്ങൾ കൊണ്ടും നമ്മളിവിടുത്തെ ഒരു അദ്ദേഹത്തിന്റെ തന്നെ ലൈഫ് സ്റ്റൈലിന്റെ ഒക്കെ കാരണമായിട്ടായിരിക്കാം വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, നമ്മള് ചിത്രകാരന്മാരിൽ വലിയ ആളുകളെ തിരിച്ചറിയുന്ന നമുക്ക് ചില വിവേചനങ്ങളും ഒരു പോരായ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മൊത്തത്തിലുണ്ട്. ഒരു എഴുത്തുകാരനൊന്നും കിട്ടുന്ന നമ്മൾ എത്ര മികച്ച എത്ര ശക്തനായ ചിത്രകാരനാണെങ്കിലും ആ ഒരു പരിഗണന ഇവിടെ കിട്ടുന്നില്ല. സിനിമാക്കാർക്കും എഴുത്തുകാർക്കും കിട്ടുന്നതെന്നുള്ളത് വേറെ വിഷയം. അതിന് പല കാര്യങ്ങളുണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതിനെക്കുറിച്ചുള്ള ചർച്ച നിങ്ങൾ നടത്തുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഈ പ്രഭാകരനെ പോലത്തെ ഒരാളെ നിന്ന് ആദ്യമായി കിട്ടിയ ആ ഒരു
ഒരു അഭിപ്രായം എനിക്ക് വലിയ ഇതായിട്ട് കാണുന്നുണ്ട്. വലിയൊരു പിന്നെ അംഗീകാരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചാകൽ ചാകൽ എന്നൊക്കെ പറഞ്ഞ ആ പഴയ ചിത്രകാരനുണ്ടല്ലോ, ചാകൽ എന്നാണോ ഉച്ചരിക്കുക എന്നറിയില്ല. ഈ അയാൾക്കൊക്കെ തുല്യമായിട്ടുള്ള ചില രചനകൾ എന്റെ വർക്കിൽ അദ്ദേഹം കാണുകയാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാസ്റ്റേഴ്സിനെ അധികം കണ്ടിട്ടില്ല. ഞാൻ ലൈബ്രറികളിലൂടെ കടന്നു പോയിട്ടില്ല, ഫൈൻ ആർട്സ് കോളേജിലൂടെ പോയിട്ടില്ല, യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലൂടെ കടന്നു പോയിട്ടില്ല. ഞാന് ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് തെരുവുകളിലൂടെ ആണ് ഈ രചനയിലേക്ക് വന്ന് ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയ കാരണങ്ങളാണ്. ഇപ്പൊ ചിത്രകല പഠിച്ച് ചിത്രകാരനായി അവാർഡുകൾ വാങ്ങി കുറച്ച് അംഗീകാരങ്ങൾ നേടി പദവികൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയായിട്ട് വന്ന ഒരാളെ അല്ല. എക്സ്പ്രസ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമായി മാറിയ ഒരു ഘട്ടത്തിൽ ഞാൻ അതിനുള്ള ഒരു മാധ്യമം എന്നുള്ളവർക്ക് കൂടുതൽ ശക്തമായ, എന്നാൽ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന, നമ്മളുടെ ഇപ്പോ സാമ്പത്തികമായും ഇപ്പൊ നമുക്ക് ഒരു സിനിമാക്കാരനാണെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട് മറ്റ് പല രംഗത്തും. അപ്പോ ഒന്നുകിൽ എഴുതാനും ഒരു ബോൾ പെനി ഒരു നോട്ട് ബുക്കും മതി, വരക്കാനും കയ്യിലുള്ള ഒരു ആയുധം എന്താണോ, ഒരു ചാർക്കോളോ ഒരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ഈ ഉള്ളടക്കമാണ് പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആവിഷ്കാരത്തിന്റെ സ്പേസ് അല്ലെങ്കിൽ അതിന്റെ വലിപ്പ ചെറുപ്പങ്ങളല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പോഴും അന്നും ഇപ്പോഴും. അപ്പൊ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ ചിത്രകലയിൽ നമുക്ക് ഉള്ള സാധ്യതകൾ ഉപയോഗിച്ച്, ഇപ്പോ ഞാൻ എൻ്റെ ഒരു സാഹചര്യം, എനിക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ചിത്രകലയിലേക്ക് വന്ന ഒരാളല്ല ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റുപാടിലോ എൻ്റെ വീട്ടിലോ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലോ ഒന്നും തന്നെ ഇതിന് അത്തരത്തിലുള്ള ഒരു പരിഗണന ഒന്നും ആരും നൽകിയിരുന്നില്ല. മാത്രമല്ല ഒരു പായ് വ്യായാമമായിട്ടും ഒരു ഭ്രാന്തം പ്രവൃത്തിയായിട്ടും ഒക്കെ ആയിരുന്നു കണ്ടിരുന്നത് അക്കാലത്ത്. അപ്പോ ഈ പ്രഭാകരേട്ടന്റെ ഹലോ ആ പറഞ്ഞു ഷെരീഫ്, അതിനൊരു 10, 30, 40 വർഷം മുന്നേ മനുഷ്യരൂപങ്ങൾ വരയ്ക്കുന്നത് ഹറാമായി കരുതുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. സഗീറൊക്കെ പറയുകയുണ്ടായി. അന്ന് വലിയ പാപമായി, മതപരമായ പാപമായി കാണുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അത്ര. അതെ, അങ്ങനെ കാണുന്നവർ ഇപ്പോൾ ഉണ്ട്. അവര് സമൂഹം മുഴുവനില്ലെങ്കിൽ പോലും അങ്ങനെ കാണുന്നവർ ഇപ്പോൾ ഉണ്ടാവാം. അത് അതുണ്ടാവാം. അതൊക്കെ എല്ലാതരം ജീവിവർഗങ്ങളും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ നമുക്കിടയിൽ തന്നെ. അപ്പോ ഈ മനുഷ്യരൂപങ്ങള് ഇപ്പൊ ഞാനങ്ങനെ രൂപങ്ങൾ വരക്കുന്നതിനോടോ, ഞാന് തുടക്കത്തില് എന്റെ ഈ എക്സിബിഷനിലുള്ളത് മിക്കവാറും രൂപങ്ങൾ മാത്രമായിരുന്നില്ല, ഇത്തിരി വൃത്തിഹീനമായ രൂപങ്ങൾ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരുടെ ഒരു ഭാഷ പറഞ്ഞു ആ ഒരു രൂപങ്ങളുടെ ഈ സ്റ്റൈലൊക്കെ വെച്ചിട്ടാണ് ഈ പ്രഭാകരേട്ടൻ ഈ ചാകലിനോടൊക്കെ സാമ്യപ്പെടുത്തിയത് രചനകൾ. ചാകലുണ്ട് അങ്ങനെയുള്ള ചില ഇതൊക്കെ തന്നെ. പക്ഷെ ഞാൻ പിക്കാസോയെ നിരീക്ഷിക്കുന്നത്, പബ്ലോ പിക്കാസോ എന്ന് പറഞ്ഞാൽ അതുവരെ അതിനു മുമ്പുള്ള കാലഘട്ടം അതിന്റെ ഒരു ഹിസ്റ്ററി കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ രചനകൾ, ചിത്രകല രൂപങ്ങളുടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള പകർപ്പുകളിൽ നിന്ന് മാറി ചിന്തയുടെ എക്സ്പ്രഷൻ എന്നുള്ള നിലക്ക് ഏറ്റവും ശക്തമായിട്ട് എക്സ്പ്രസ് ചെയ്ത് മാസ്റ്റർ ആയിരുന്നല്ലോ പിക്കാസോ. അപ്പൊ ഞാൻ പിക്കാസോയെ കുറെ കാലം മുമ്പ് തന്നെ ആസ്വദിച്ചിട്ടുണ്ട്. പിക്കാസോയെ ആയാലും വാൻഗോഗ് ആയാലും രണ്ട് എക്സ്ട്രീം, എന്നാൽ രണ്ടാളും ഒരുപാട് പ്രിയപ്പെട്ടവർ ഉള്ള. നമ്മളെ സമയത്തിന്റെ ഒരു ആയോ, ലിമിറ്റ് ആയോ? ഇല്ല, ഹലോ. അങ്ങനെ സമയം പ്രശ്നമില്ല. നമുക്ക് വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ അനുബന്ധമായി ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് താഴെയുള്ള കേട്ടുകൊണ്ടിരിക്കുന്ന പലരും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ സ്പേസ് നികത്താൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം അവർ സത്യം പറഞ്ഞാൽ എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം സജീവമായിട്ട്. താങ്കളുടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ വായനക്കാരുടെ, പ്രത്യേകിച്ച് മാതൃഭൂമി, ആഴ്ചതോപ്പ് വായിക്കുന്ന ആൾക്കാരുടെ, വായനക്കാരുടെ ബൗദ്ധികമായ ഒരു ഇൻവോൾവ്മെന്റ് താങ്കളുടെ ചിത്രങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബൗദ്ധികമായി. കാര്യം ഒറ്റ നോട്ടത്തിലൊന്നും പല ചിത്രങ്ങളും അവർക്ക് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ താങ്കൾ പറയുന്ന പോലെ ഒരു കൃതിയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ സത്ത ഉൾക്കൊണ്ടാണ് താങ്കളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്ന് താങ്കൾ പറയുകയുണ്ടായി. പക്ഷെ അത് ഉൾക്കൊള്ളണമെങ്കിൽ വായനക്കാരുടെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ, പൂർത്തീകരണങ്ങൾ ആവശ്യമുണ്ട്.
അപ്പം ഇങ്ങനെ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ മുഖ്യമായും 2009 മുതൽ താങ്കൾ ആഴ്ചപ്പൂപ്പിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വായനക്കാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വായനക്കാർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടുത്ത കാലങ്ങളിലാണ് കുറച്ചുകൂടെ അടുപ്പത്തോടു കൂടി വായനക്കാർ നേരിട്ടും അല്ലാതെ പ്രതികരിച്ചിട്ടുള്ള അനുഭവം കൂടുതൽ നല്ല അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടുത്ത കാലങ്ങളിലായിട്ട്. ഈ പ്രത്യേകിച്ച് ഈ കവിതകൾക്ക് കഥകൾക്കുള്ള വരകള്, പിന്നെ ഞാൻ തന്നെ സ്വതന്ത്രമായി ചെയ്യുന്ന വാക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോളം ചിത്രം, ഈ സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പ്രതികരണം പോലെ വരക്കുന്ന, അപ്പൊ അതിനൊക്കെ കുറച്ചുകൂടി നല്ല റെസ്പോൺസ് ആണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് കൺവേ ചെയ്യപ്പെടുന്ന ഒരു കാലം ഇത് തന്നെയാണ്, ഈ കാലം തന്നെയാണ്. ഈ ദുരൂഹതകളെ കുറിച്ച് ചിലർ സംസാരിക്കാറുണ്ട്. അപ്പോ ചില കൃതികൾ കൊണ്ട് നേരിട്ടും വാട്സപ്പിലൂടെ ഒക്കെ വന്ന് സംസാരിക്കാറുണ്ട്. അവരോട് നമ്മളിങ്ങനെ എന്റെ ഒരു കലാവീക്ഷണം പങ്കുവെക്കുന്ന സമയത്ത് തന്നെ അവരതുമായിട്ട് ചേർന്ന് വരും. പിന്നീട് ഇത് നിങ്ങൾ പറയുന്ന പോലെ ചോദിച്ച ആ സംശയം പോലെ പലരും പിന്നീട് ഇതിന്റെ ഭാഗമായി തീരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനത് പറയുന്നത് എന്റെ കഥ ആസ്വദിക്കാൻ അവരെ പഠിപ്പിക്കുന്നൊന്നല്ല, അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ലെന്ന്, ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ ആസ്വദിക്കാതിരിക്കുകയോ തള്ളുകയോ ആക്ഷേപിക്കുകയോ ഇനി ആഴ്ചപ്പതിപ്പിലേക്ക് വിമർശനമായി കത്തയക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ സാധ്യതയുണ്ട്. പക്ഷെ ചിലര് ഈ നേരിട്ട് ബന്ധപ്പെടും. ഇത് ഇതിന്റെ അതിന്റെ ഒരു ദുരൂഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ, അപ്പൊ ഞാന് എന്റെ ഒരു കലാസ്വാദന രീതി അവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഞാൻ അതിനെ കാണുന്ന രീതി പങ്കുവെക്കുമ്പോ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പലരും അതിന്റെ ഇതിലേക്ക്, ആ ഒരു ശീലത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ കല ആസ്വദിച്ച് ശീലിക്കുന്ന ഒരു ദൃശ്യത്തിന്റെ ആ ഒരു കലാസ്വാദന ശീലം ഈ ശീലത്തിലൂടെയാണല്ലോ. ഇപ്പൊ ആർട്ട് എപ്പോഴും ഒരു ആസ്വദിച്ച് പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഒരു പാരായണം നടത്തി അടിക്കുറിപ്പ് വായിച്ചിട്ടല്ലല്ലോ പെയിന്റിങ്ങുകളൊന്നും നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. ഇതിപ്പോ രചനകളുടെ കൃതിയുണ്ട്, കൃതിയോട് ചിലപ്പം ചേർത്ത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പറയുന്ന സന്ദർഭം അല്ലല്ലോ എന്നൊക്കെയുള്ള സംശയത്തോടു കൂടി ചോദിക്കുന്ന ആളുകളുണ്ട്. അത്തരം റീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് ഒരു എക്സ്പ്രഷൻ നടത്തുന്നത് എല്ലാ കാര്യങ്ങളും ചിലപ്പോ എല്ലാവർക്കും കൺവേ ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ സംശയാലുകളായ ഒരു ആത്മാർത്ഥമായ ഇത്തിരി ഒരു താല്പര്യത്തോടു കൂടി ചോദിക്കുന്ന ആളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. നേരിട്ടും ഫോണിലായാലും വാട്സാപ്പിലായാലും മറ്റും എന്റെ ഒരു വീക്ഷണം പങ്കുവെക്കാറുണ്ട്. ഞാൻ അവരോട് നിർബന്ധമായിട്ട് എടുത്ത് ആസ്വദിക്കണം അല്ലെങ്കിൽ അംഗീകരിക്കണം എന്ന് പറയാനല്ല പറഞ്ഞു വരുന്നത്. ഞാൻ എന്റെ ഒരു ആസ്വാദന രീതി, ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കാറുണ്ട്. നമ്മുടെ അടുത്ത അതിഥിയായ കവിത മുഖോപാധ്യായ ഈ ചാറ്റ് റൂമിൽ എത്തിയിട്ടുണ്ട്. സ്പീക്കേഴ്സ് പാനലിലേക്ക് വന്ന് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നേരത്തെ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മോഡിലേക്ക് വരണം. നമുക്ക് തുടരാം. ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാഡം. കേൾക്കാം. ഹലോ. കേൾക്കാം. വെൽക്കം. ഇത്തിരി വൈകി പോയി. ബിക്കോസ് ഐ വാസ് സ്റ്റക്ക് സംവെയർ. നല്ല വണ്ടി ബ്ലോക്ക് ആയിട്ട് എനിക്ക് ലേറ്റ് ആയി പോയി. സോറി. ഒരു കുഴപ്പമില്ല. നല്ല മലയാളം നമുക്ക്. ഞാൻ താങ്കളോട് ഇംഗ്ലീഷിലാണ് നേരത്തെ സംസാരിച്ചിരുന്നത്. ഇന്നാണ് മലയാളം സംസാരിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സന്തോഷം. അപ്പോൾ നമ്മുടെ ഒപ്പം ഷെറീഫിന് ശേഷം കവിത മുഖോപാധ്യായ ചേരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗാൾ സ്വദേശിനിയാണ്. അവിടെ നിന്നാണ് കേരളത്തിൽ എത്തിയിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. ശാന്തി നികേതനിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പെയിന്റിങ്ങിൽ പാസ്സായിട്ടുണ്ട്. ഇന്ത്യയിലെമ്പാടും ചിത്ര നടത്തിയിട്ടുണ്ട്. കെ പ്രഭാകരൻ
ഹലോ ഹലോ പ്രദീപ് സർ. Hello? യെസ് പ്രദീപ് സർ. നമുക്ക് Not കേൾക്കാൻ listening. പറ്റുന്നില്ല അദ്ദേഹത്തിനെ. അദ്ദേഹം ചിലപ്പോ ഒരു പക്ഷെ റേഞ്ച് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും. Okay, okay. ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ Mhm. ഇപ്പോ നമ്മളുടെ ഇത് റേഞ്ചിന്റെ പ്രശ്നം പോലെ തോന്നുന്നുണ്ട് അല്ലേ? അതെ മാഡം സംസാരിക്കുമ്പോൾ പ്രശ്നമില്ല. അതുപോലെ ഇത്ര നേരം സംസാരിച്ചിരുന്ന ശ്രീ ഷറീഫ് സാറാണ്. അദ്ദേഹം സംസാരിക്കുമ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോ പ്രദീപ് സാറിനെ നമുക്ക് കേൾക്കുന്നില്ല. നമുക്ക് പക്ഷെ നമ്മളുടെ കൂടെ ഇപ്പൊ ഇത്ര നേരം ഷെരീഫ് സാർ സംസാരിച്ചു. മാഡത്തിനെ ഇവിടുത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തി കഴിഞ്ഞു ഓൾറെഡി. അപ്പോ മാഡം ഈ ഒരു ചിത്ര രചനാ രീതിയിലേക്ക് എങ്ങനെ കടന്നു വന്നു, അതുപോലെ ഇപ്പൊ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു രീതി തന്നെയുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റൈല് അതിനെ പറ്റിയിട്ടും, അതുപോലെ പിന്നെ മാഡത്തിന്റെ പഠന സാഹചര്യങ്ങൾ ശാന്തിനികേതനിലൊക്കെ BFA MFA ഒക്കെ ചെയ്തു കഴിഞ്ഞ് അതിനുശേഷം ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് നമ്മളുടെ ഓഡിയൻസുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ വളരെ നന്നായിരിക്കും. വരയുടെ അനുഭവങ്ങള് ഞങ്ങൾക്ക് അപരിചിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് കേരളത്തില് 20 വർഷമായിട്ട് കേരളത്തിലെത്തിയ ഒരു സാഹചര്യം, ഇതെല്ലാം നമുക്ക് കേൾക്കണം. ഇൻഫാക്ട് ആദ്യമായിട്ട് എന്റെ ശ്രോതാക്കളുടെ നന്ദി പറയാം. ആൻഡ് I say that I'm very sorry for joining so late. I missed you in fact. അപ്പോ ഈ പർട്ടിക്കുലർ നിങ്ങൾ പറഞ്ഞില്ലേ ബംഗാൾ സ്കൂൾ, ശരിക്ക് ഈ പർട്ടിക്കുലർ സംവിധാനം സ്കൂളിംഗ്, ദ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്കൂളിംഗ് ആൻഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് വ്യത്യാസമുള്ള വഴിയൊക്കെ എന്തായാലും എന്റെ അനുഭവത്തില് ഇത് ഡിഫറെന്റ് വഴികൾ മാത്രമാണ്. വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല ഫോർ kind of research in the modern and the kind of immediate world. So, എന്റെ ശാന്തിനികേതൻ, hello, tell me, can you listen to me? സർ അത് പിന്നെ കവിതയുടെ ഞാൻ പറഞ്ഞു കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് കട്ടായിപ്പോയി. കവിതയുടെ വീട് മുതൽ ബംഗാളിലെ വീട് മുതൽ ആരംഭിക്കാം. ഒരു ഓർഡറിൽ അങ്ങ് പോകണമല്ലോ. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. ബംഗാളിലെ എന്റെ വീട് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ്. ശരിക്ക് ഗ്രാമ അന്തരീക്ഷമാണ് എന്റെ വീട്. ഞാൻ ജനിച്ച് പറഞ്ഞാൽ കുറച്ചു വർഷം മുൻപേ അല്ലേ. ആ സമയത്ത് ഡെവലപ്മെന്റ് ഇത് 24 പർഗനാസ്, നോർത്ത് സൈഡ് ഓഫ് 24 പർഗനാസ്. സോ ഇത് ചിലപ്പം ഇറ്റ് ഈസ് 60 കിലോമീറ്റർ അവേ ഫ്രം കൊൽക്കത്ത. ആൻഡ് എന്റെ ഗ്രാമത്തിന്റെ കുറച്ച് പ്രത്യേകത ഉണ്ട്. ബിക്കോസ് സാംസ്കാരികമായിട്ട് ഇതൊരു means in a particular historical time it is very connected to literature. Say Bankim Chandra Chattopadhyay is very near, his birthplace is very near to my village, very near, means it is almost 60 paisa കൊടുത്താൽ ബസ്സിൽ എത്താമായിരുന്നു ആ സമയത്ത്. അപ്പോ പിന്നെ this particular kind of place has a different kind of hangover also, I must say. But at the same time, the grassroots was always full of different kind of, I say that is like, it's sometimes it is not very good for the artist to survive. So, but at the same time, ഈ കഥയിന്റെ പരമ്പര ഉണ്ടായിരുന്നു ആ പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ. നിങ്ങൾക്ക് അറിയാം, I don't have to say about Bengali literature. You are very, very connected to it. I know lot of translation from Sharat Chandra, Bankim Chandra and Rabindranath Tagore and many other people. You are very familiar, and I know this Tara Shankar
Ashapurna. These particular people are very known to Bengal. ഉം. So ഇതേപോലെ ഒരു സ്ഥലത്ത് ജനിച്ചിട്ട് എനിക്ക് എനിക്ക് ഒരു ചിത്രത്തിന്റെ ബേസ് ഓൾറെഡി ഉണ്ടായിരുന്നു ചിലപ്പോ. അങ്ങനെ ആർട്ടിസ്റ്റ്മാർ പോലെ അല്ല, പക്ഷെ വീടിന്റെ പരിസരം ആൻഡ് അറ്റ് ദ സെയിം ടൈം ലൈക്ക് വേ ഓഫ് ലൈഫ് സ്റ്റൈൽസ് ആൻഡ് കൾട്ടിവേഷൻ and the culture connected to cultivation, those kind of things was always there. So പ്രത്യേകമായിട്ട് ഞാൻ എന്തോ സ്പെഷ്യൽ ചെയ്ത പോലെ തോന്നുന്നില്ല. എന്റെ കണ്ടംപററി കുറെ ആൾക്കാര് അങ്ങനെ പോലത്തെ ഒരു ജീവിതശൈലം, കഥയുടെ ചിത്രം, ചിത്രത്തിന്റെ ചിത്രം, പിന്നെ ബ്യൂട്ടിഫുള്ളി ഡെക്കോറേറ്റിംഗ് ദ ഹൗസ് ഹോൾഡ് ആൻഡ് these kind of things, traditional things were there with us. So it is nothing very വി- special for me to do and getting കുടുംബ inclined to art, work of yes, art. Yeah. anybody from your family connected with painting and illustrations from your family? അങ്ങനെ my family, in fact, they were doing cultivation mainly, you know. And my Okay. father was a professional physician. He was a doctor, the superintendent of a government hospital. And many people from my father's family, maybe they're playing tabla. Sometimes they're uh, connected to the kind of group theater. My mama's family also sometimes connected to music, Israj playing, Rabindra Sangeet, and all other kind of things, but not that much with painting or other kind of uh, visual arts. ഉം. Hello, ഹലോ. can you listen? ഹലോ ഹലോ Yeah, കേൾക്കുന്നുണ്ട് yeah. കേൾക്കുന്നുണ്ട്. So, means correct ആയിട്ട് ഈ വിഷ്വൽ ആർട്ട് ആയിട്ട് അത്ര ബന്ധപ്പെട്ടിയ ആൾക്കാർ അല്ലെങ്കിലും ആസ്വാദകർ മീൻസ് the people who uh, who really stand for art and like art, love art, that kind of people were there, too many of ഉം. them. Not only in my family but in the neighborhood. ഉം. So that ചിത്രകലയിലേക്ക് kind പിന്നെ of എങ്ങനെ ചിത്രകലയിലേക്ക് എങ്ങനെ വന്നു? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിവൈൻ യു ടു ദിസ് പെയിന്റിംഗ് ആൻഡ് അതർ തിങ്സ്? maybe a vital role played by my father, who was a physician, and I was a premature baby, you know. 6 months I I came to I came hurriedly to the earth. So, ഓക്കെ. so basically, I took a long time to start talking, and a little feverish always. My spleen was very big. Malaria was rampant in my village, so there was a health threatening all the time when I was growing up. And basically, I got some lenient gesture from my parents. My house, that time it was uh, on the way, like they were making it little by little. And എനിക്ക് ഒരു ചാർക്കോൾ പീസ് തന്നിട്ട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പുതിയ പെയിന്റായ വാൾ വിട്ടു തന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഓർമ്മയുടെ മുൻപ് അത് ഞാൻ ചെയ്യാൻ തുടങ്ങി. സോ ഈ ഫില്ലിംഗ് അപ്പ് വാൾസ്, that was one of my best recreation in my childhood. And even in the garden with a kind of cracked, sometimes with a stick, I used to make images. So like that, അത് എനിക്ക് പിന്നെ കണ്ടിട്ട് അതൊക്കെ ഇമേജ് പോലെ തോന്നുന്നില്ല, പക്ഷെ എന്തൊക്കെയോ വരയ്ക്കാൻ ഒരു പ്രോസസ്, means scratching on the wall and scribbling on the wall. That was a great time consuming thing for me. In childhood days, that was the only recreation. And that is how I think that I got away with certain kind of physical problems also. So I grew up, and afterwards I saw
that I can't but scribble. Means scribble ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പോലത്തെ ഒരു ആളായി മാറി അതിൻ്റെ ഉള്ളിൽ. അതാ സംഭവം. അതാ means that's what happened. അപ്പോൾ അതിനുശേഷമാണ് BFA കോഴ്സിന് ചേരുന്നത് അല്ലേ, കോളേജ് വിദ്യാഭ്യാസ കാലത്ത്? Yeah, means school കഴിഞ്ഞിട്ട് 12th കഴിഞ്ഞിട്ട് I went to Shantiniketan. Beforehand, I was connected to Sandesh magazine as a junior participant. Like I used to write and I used to draw for them in their children's page. Which magazine? After means when Sandesh, it was uh, edited by Satyajit Roy and Leela Majumdar. Yeah. Oh, So that particular magazine was a very important stuff and very linked with our Bengali childhood, I can say. So that Sure. magazine was very, yeah. Along with painting and drawing, you started writing also. Yes, that was, I tell you, that was a kind of general way of living, in fact. Say, നമ്മൾ അങ്ങനെ വെറുതെ വർത്തമാനം പറയാൻ സമയത്ത് ചെറിയ കുട്ടികൾ അങ്ങനെ വർത്തമാനം പറയാൻ സമയത്ത് അത് ഛന്തമായിട്ട് പറയാ. മീൻസ് കൈൻഡ് ഓഫ് ഒരു what you call lullaby like. Sometimes it is a kind of way of talking. So it is nothing very special, I tell you. Making lyrics, making limericks. So these kind of things were very natural to come out with this drawing and painting, whatever. So beforehand, when I was working in Sandesh as a young contributor, that time I was not trained that way. But at the same time, the training was going on as my culture was moving, as my people are moving around. The training is going on subconsciously, maybe I'm not very conscious about the training, but I'm getting Manikda to work in front of me. I see many other kind of very creative people to work and talk, and they used to have a kind of meetings. Maybe in Saturday we will have a meeting in Sandesh magazine. So that time That at that time, I thought at that time, you might have met Satyajit Roy there. yeah, I met because I was a member of Sandesh magazine, young member of Sandesh magazine. My number was 2153 and I used to participate in several programs. And as my drawing and my lyrics and poems were liked by the this editor, I was called for their different programs to recite poem or maybe to make a poster, something like that. So I got connected and I got into the family. It was always my family. Still, I feel it is a family for me. So like that, it started subconsciously. I never knew that it was something very great. And It was the process. this was during 1980s. Yes, 83, 84, I was connected, and that time when I was not 18 also, my writing and my drawings or scribblings started coming in the adult pages, like Okay. the general pages of the magazine. So I was overjoyed, and uh, it was a great experience to get a remuneration from writing or from chitram. That is the case. You had some orientation in painting and drawing at that time. Did you go to some school for getting trained? I got training from a very strange person called Gopinath Das. He was actually a science student but joined art college, Indian art college in his early age, and he used to work with the what you call the kind of slum children in our place. He used to make them work on walls, and at the same time he
trained them and took them to Shankar's International Children's Competition in Delhi. Means your Shankar. Yeah. Huh. So yeah, that is how he got very popular among us, among children of our locality, and that way I was blessed to have chance to work with him regularly in a regular basis. And on Saturday, Sunday, he will be getting some time and he will be taking all the children to some place and we will work. So, like that, a kind of training was going on, and in between 1984 and all, I went to Delhi with him with all the children to participate in the sit and draw competition organized by uh, our Shankar, Yeah. and it was called the Shankar's International Children's Competition. And I met children from all over the world, you know. I met Shankar also personally. I talked to him. Those things I could not forget, and those were the kind of what you call very deep memory, what still is haunting inside. Okay, okay. You started with painting, I think. It was like what you call means draw whatever you see around, you know, Okay. and paint them, അതോ make അതോ composition of what അതോ you അതോ ഈ see അതോ around. അതോ ഈ അതോ ഈ ശങ്കേഴ്സ് വീക്ക്ലി ആയതുകൊണ്ട് ഈ കുട്ടികളുടെ കോമിക്സ് വരച്ചിട്ടാണോ ആരംഭിച്ചത്? അങ്ങനെ ഒരു Comics അതോ അല്ല അത് comics അല്ല അത് drawing and കോമിക്സ് അല്ല, painting പറയും. കോമിക്സ് But അല്ല. ഓക്കെ. basically, എനിക്ക് yeah, ഓക്കെ. basically I എനിക്ക് was looking at all those works coming means throughout the world. The children are participating. So the Shankar's International Children's Competitions, number one volume, number two volume. So every volume is full of thousands of beautiful paintings, beautiful drawings by different cultures. Say people from Africa, children from Thailand, children from Switzerland, many of them, the different cultures, I met them and I interacted with their pictures, and I was getting trained subconsciously without knowing what I am getting, in fact. അപ്പോൾ ഈ ശാന്തിനികേതൻ കാലത്ത് പെയിൻറ്റിങ്ങിലാണ് Mm. സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ? BFA-യിലും Specialized MFA-യിലും. in paint. Yes, yes. അപ്പോഴേ അപ്പോൾ ഈ മീഡിയം ശാന്തിനികേതൻ കാല ഹലോ എന്ത് മീഡിയത്തിലാണ് ആ സമയത്തൊക്കെ വരച്ചുകൊണ്ടിരുന്നത്? ഇൻ യുവർ ഏർലി പീരിയഡ്സ് യു സ്റ്റാർട്ടഡ് ഡ്രോയിങ് വിത്ത് വാട്ട് മീഡിയം? My first medium was charcoal when I was drawing on my walls. Then the second one maybe the pebble, the red Ishtika in the Kashanam. Yes. So whatever you get, and then afterwards only come into contact with the proper kind of procedure of drawing with pencil and other kind of things, or say pastel. This is the way it developed, and then say drawing and painting was not very separate disciplines, in fact, for me, and still I believe it is not very separate. So these two came out to be uh, means a medium for me, a normal or a kind of spontaneous medium. Drawing and painting I can't divide like that. I must means I confess. അപ്പോൾ ഈ ശാന്തിനികേതൻ കാലത്ത് തന്നെ ഇത് ആദ്യം സത്യജിത് റേയുടെ മാഗസിനെ കുറിച്ച് പറഞ്ഞു, താങ്കളുടെ ഏർലി പീരീഡ്. അതിനുശേഷം ഇതിൽ ശാന്തിനികേതനിൽ ഡിഗ്രിയും പോവാൻ മുൻപ് ശാന്തിനികേതനിൽ പോവാൻ കുറെ മുൻപ് ഞാൻ ഈ മാനിക്ദ മാഗസിനിൽ വർക്ക് ചെയ്തിട്ട് ശീലിച്ചു പോയി. ഒരു പർട്ടിക്കുലർ വേയിൽ ഇലസ്ട്രേഷൻ ചെയ്യാൻ പഠിപ്പിച്ചു. Sometimes I got that particular training from Satyajit Roy, and I was given a pen name from his father's characters. You know, Shukumar Roy. He is a legacy of Bengal, in fact, and without his poetry, nobody grow up. That's what he is a fantastic person. So Sukumar Rai created many characters which are say magical or uh,
what you call it, uh, Sukumar Rai's uh, characters were not very real. Uh, they were almost fictional nonsense, Kavita, the Kavita, past nonsense literature in Bengal. So I got a pen name called Hiji Bij Bij, and this pen name was given by Satyajit Roy. He gave me this name, and I wrote a comic strip for 14 years continuously in Sandesh magazine. So after, Kavita, you have mentioned about a pen name given to you. yeah, That's not clear. അത് എന്ത് Hiji Bij തൂലികാനാമമാണ്? Bij, Hiji Bij Bij, no meaning in fact, a nonsense name, Hiji Bij Bij. അതപ്പോ എനിക്കത് മനസ്സിലായില്ല. ഹേമലത. അതെ, ഞാനും എനിക്ക് ക്ലിയർ ആയില്ല, പക്ഷെ മനസ്സിലായി. ഒരു നോൺസെൻസ് നെയിം അല്ലേ? ഒരു നോൺസെൻസ് നെയിം ഞാൻ പറയാ. HIJIBIJBIJ, Hiji Bij Bij. So it is something, it is a kind of character who laughs with a very, very small provocation. അപ്പൊ He ഈ feels, തൂലികാനാമത്തിലെ ഈ yeah, തൂലികാനാമത്തിൽ പെൻ നെയിമിൽ യു ഹാവ് റിട്ടൺ ഫോർ 14 years. 14 years. yeah, yes. And it started before going to Shantiniketan. In fact, Okay. working with them, working in that magazine gave me my financial stability to go and join in Shantiniketan as, say, ഈ ആർട്ട് പഠിച്ചിട്ട് വലിയ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട് എന്റെ ഡോക്ടർ പാപ്പ എന്നെ ഡോക്ടറാക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ അത് ചെയ്യാതെ ചീത്തക്കുട്ടിയായിട്ട് ആർട്ട് കോളേജിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. You opted out from your father's choice, അല്ലേ? Yes, right. He was not very negative, but he said that if you want to do it, you have to do with your own financial substance. Okay. If you can make it, if you can make that possible, then I have nothing to oppose about. Oh. So that is how I was collecting my courage, and I was collecting a proper kind of financial substance by working in that magazine, sometimes helping some writers in their organizing their libraries, and there were certain kind of various small jobs I was working, and ultimately I came to Shantiniketan and joined Kalabhavan. അപ്പൊ ഇവിടെ വെച്ചാണോ ഈ പിന്നെ കേരള ബന്ധത്തിന്റെ അടിസ്ഥാനം ആരംഭിക്കുന്നതോ അതോ അതിനുശേഷമാണോ? Actually, Shantiniketan gave me the chance of meeting the Malayalis, whom I already thought they are betterly intelligent people, they are betterly oriented, and the belief started from Ravi Verma's illustration in our Ramayana. You know, our Bengali Ramayana is illustrated by Ravi Verma. And when I find out long back that Ravi Verma was a person from Malabar, I was infatuated to this place. Maybe it was a kind of child's infatuation, but afterwards it had some solid base when I see K.G. Subramanian's work, when I come across with many other masters like K.C.S. Panikkar in Shantiniketan. So this particular infatuation started getting matured, I suppose. And I met some fantastic Malayali students who studied with me. So like that, this particular what you call piece of land, along with other activists like, if I take the name of K.P. Krishna Kumar and other kind of movements and activities of different sort of people in that field, made me more infatuated. Maybe that is the part of reality. പിന്നീട് ജീവിത പങ്കാളിയായ ആർട്ടിസ്റ്റ് പ്രഭാകരനെ കണ്ടുമുട്ടുന്നത് ആ കഥയും കൂടെ പറയണം. Yes. That is part of my, what you call, my notion of learning this business of painting, the way of seeing
I started looking into the master, and I thought that he is a master whom I can follow and who is the best person in Indian narrative art. And at the same time, say when the topography is made, when the topographical painting is made, that time I used to think that I want to see through Prabhakaran's eyes when he can make a beautiful landscape with the abbreviations that nobody can imagine in Indian art. So I was there with my master. It is nothing strange, but I had to be because he was the best among many. And still, I believe that he is the best contemporary master in Indian narrative art. കേരളത്തിലെത്തിയത് എങ്ങനെയാണ് പിന്നെ? കേരളത്തിലെത്തി ഇത് 23 വർഷമായി ഇപ്പോൾ ഞാൻ കേരളത്തിൽ സെറ്റിൽഡ് ആയി. Actually, Prabhakaran sir was your a master or was a classmate of yours? No, no. He was a lecturer in MS University, Baroda. Acha. And as a student, I was in Shantiniketan, but we were looking at the contemporary ways and the masters, and we are getting aware of certain things. And my head of the department, Jogan Chaudhary sir, came back telling that in Baroda I saw a beautiful display of paintings of one Mr. K. Prabhakaran, and we knew this particular group, radical group of sculptors and painters. We used to know about that, and we had chance of visiting many slide shows and other things, and that is how his way of painting. Not only me in Shantiniketan, I think 80% students were very much influenced with his way of working without seeing him, with only the knowledge of his way of working, the process, the creative process. Madam, actually, Then, we are not aware of this narrative kind of this thing. Can you detail about his painting works? in fact, you can visit our Yellow Ochre channel, and I can send you the link later. You can see many of his paintings. I don't think it is very wise to talk about his works when it is there to view. Yeah, So I will tell you that, say, I heard one of a very important painter called Nalini Malani that nobody else in contemporary India has made such a beautiful woman figure after Ajanta Ellora. So that is how I can just give a nutshell about the idea of his way of working. Okay, okay. അപ്പോൾ ഈ ഹലോ കേരളത്തിലെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പിന്നെ 7 ജില്ലകളിലെ Rakangute, Vetangute, Rakangute. ഹലോ Hello. Hello? Yeah. നിങ്ങൾ Yes, something was wrong. ആർട്ടിസ്റ്റ് കെ പ്രഭാകരനുമായി ചേർന്ന് കേരളത്തിലെ 7 ജില്ലകളിൽ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ അതെ. അദ്ദേഹമുള്ള സമയത്ത്. അത് Yes. അതിൻ്റെ ടോപ്പിക് എന്തായിരുന്നു? എന്താ ഗ്രേറ്റ് പ്രൊസഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തീമായിരുന്നു അതോ എന്താ? ഈ അതിൻ്റെ ഒരു great തീം എന്താണ്? procession, yeah, the great procession was named. This name also came out after the first two shows. You know, like the as the proceeds were coming and we were producing the next exhibition, the same way this name also came to be. As in every place when we were going only with our paintings, a roll of papers and other things, and then we connected many people from means various disciplines, and say poets like Dr. Ayappa Panikkar, poets like O.N.V. Kuru, sometimes journalists and great journalist friends were there, and then writers and filmmakers and
say college students, teachers, professors. So we were talking to many people, and the new group was formed every place. Those people who came together to give their all human resource to produce or to present an exhibition of our paintings. So it was not only two of us making it possible, but a whole community was working behind it. And for that particular huge, what you call the means participation, we thought of making the name like that, the Great Procession. Great And this procession. procession, when you think about a great procession, you may think about Buddha's procession, right? You can think about the Bhakti movements, the Bhakti movement poets, the procession of the great historicity. Like you can think about Mao also. So this procession makes you remember many things where every point of human energy is collective. So with that particular outlook, we named it the Great Procession. അപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഈ രേഖാചിത്രങ്ങൾ വരയ്ക്കാൻ ആരംഭിച്ച കാലം കൂടെ പറയാം. എനിക്ക് തോന്നുന്നു മാധ്യമം ആഴ്ച വകുപ്പിലാണോ ആദ്യമായി വരച്ചത് കേരളത്തിൽ? ഞാൻ ആദ്യമായി വരച്ച് സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം ലിറ്ററേച്ചറിലെ ആദ്യമായിട്ട് വരച്ച് ഇന്ത്യ ടുഡേ പറഞ്ഞിട്ട് ഒരു മാഗസിൻ, അതിന്റെ മലയാളം സപ്ലിമെന്റ്. യെസ്, ആൻഡ് ദാറ്റ് വാസ് പബ്ലിഷ്ഡ്. പറയുണ്ടായി അതിൽ വരച്ച കുറച്ചു പേരെ കുറിച്ച്. ബെഗ് യുവർ പാർഡൺ? ആർട്ടിസ്റ്റ് ഷെറീഫും ഇന്ത്യ ടുഡേ മലയാളത്തിൽ വരച്ച ചിത്രകാരന്മാരെ കുറിച്ച് പറയുകയുണ്ടായി കുറച്ചു. അതെ അതെ അതെ. അപ്പോ ആ ഇന്ത്യ ടുഡേ ആ സമയത്ത് ദിസ് ഈസ് ഗെറ്റിംഗ് പബ്ലിഷ്ഡ് ഫ്രോം മദ്രാസ്, തമിഴ്നാട്. യെസ്, സ്റ്റിൽ നൗ it is getting published from Chennai, and I was staying there. Since been stopped. ഇപ്പോഴില്ല. Yeah. Means I'm telling that this particular magazine, that time I was staying in Tamil Nadu for 2.5 years almost. I stayed there, and I had chance of doing illustration. First Malayalam story, as I remember, I drew for UK Kumaran, a beautiful story. Great story. Then I drew for P. Balsala teacher. Then I had a chance of doing illustration for Mr. Padmanabhan. Like that, I started. That time the story was read out by someone else. I could not read myself. But as I reached Kerala, I found that it is very difficult when other people are having the full test. I am not getting the full test. Still, I have to visualize. So I started straining myself, studying, reading Malayalam myself. So right now, that's what I am doing, and this become a part of my life. So all the stories are being read by you itself. Yeah, in the beginning time it was read by somebody else, and then later on in 2-3 years I picked up reading. And as you see, there was another kind of very personal urge for me. Say, I read Patumma's Goat in English, first of all, from Bengal. That time my age was, I was in 20s, and I thought that this particular person is a Bengali because that story was so much Bengali. Means it was so much mine. Then afterwards I came to know that Bashir was a man from Malabar, and Patumma's Goat is Patumma and Dehad. So I always thought to have a first-hand experience of this story. So with that notion I started reading. So that notion helped me reading this language fluently. മലയാളത്തിലെ വായിച്ചു. ഞാൻ എഴുതാൻ പോയാലേ അത് ചെറിയ കുട്ടികളുടെ പോലെ ആവും. ഓക്കെ. ഹലോ മാഡം, ഇന്ത്യ ടുഡേ പറ്റിയിട്ട് ഇവിടെ മുമ്പ് സംസാരിച്ച കുറച്ചു പേര് പറഞ്ഞു വളരെയധികം സ്വാതന്ത്ര്യം തരുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ
വരയ്ക്കാനായിട്ട് ഒരു ഇലസ്ട്രേറ്റർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു മാഗസീനാണ്. അതുപോലെ അതെ തന്നെ അതെ ആ, പ്രതിഫലത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവര് yes, ഒരു പുതിയൊരു രീതിയാണ് Mr. അവലംബിച്ചിരുന്നത്. Srinivasan, Mr. Srinivasan was there, and it was a great time because I'm I'm reading the story, visualizing them, and making my own version. Nobody stood means in between, you know. So whatever I do with a particular research work, because I'm working for a story for a land where the archaeological structure of the head is different. So little research, and that's all. Nobody came in between of my visualization and reading the story. So that was a great chance. Even in Madhyamam, I must tell you, I'm very much grateful to all the editors I came across to give me full freedom, and that freedom, I think, that is the kind of uh, mischievous thing. When it is stole away, that time you lose the hope and lose the joy of looking into new. So this freedom was a great thing to grow. So Madhyamam, and then means I can name Deshabhimani. Deshabhimani I started working before coming to Kerala. But I had a lot of freedom from beautiful editors. M.N. Vijayan was also my editor for some time. And you know the Madhyamam's history, the editors from say 2018, 2002 to this date. Actually, Madam, sir was asking about your acquaintance with Satyajit Roy. We are very much eager to hear that also. Yeah, so, means I told you that when I appeared there, I was a very small child. I tell you, I was connected with the postal department much, where I used to wait for the magazine first, and then see means writing down their address. I used to uh, put my small poetry or small drawing inside a uh, inside an envelope and used to wait to see what is happening. So when after 1 month this particular article came and with the magazine, and one day after some months I got a letter from Satyajit Roy asking me to come and see, because I got some puraskaram, ഒരു പുരസ്കാരം കിട്ടി പറഞ്ഞു. ഒരു പുരസ്കാരം കിട്ടി, so it was an invitation from the magazine on behalf of Satyajit Roy. It was undersigned by him, and that time I was only 13 years old, you know, and that was a great, what you call, I can't means express ചെയ്യാൻ വയ്യ ആ particular moment എനിക്ക് എന്തായിരുന്നു. Means then I went there. അപ്പോ അവിടെ പോയിട്ട് ഈ particular magazine office പോയി. I met Nalini Das, I met Leela Majumdar, I met Manikda, and they were astonished to see that I am such a small girl. They thought that I must be a little bigger. So, so I got lot of pampering, I must tell you. I'm lucky to get all these pamperings, and started going much. Like Saturday, there will be a kind of internal meeting with children. So I used to go there. ഈ ചിൽഡ്രൻ മീറ്റിംഗ് പറഞ്ഞാൽ അവിടെ നമ്മളുടെ സ്വന്തം എഴുതിയ പുതിയ സാധനം വായിക്കേണ്ടി വരും. അപ്പോ ഈ സാധനം വായിച്ചാൽ എഡിറ്റർമാർ പറയും എങ്ങനെയാണോ or presentation എങ്ങനെ ആവണം അതൊക്കെ പറഞ്ഞു തരും. അല്ലെങ്കിൽ മേ ബി മനിക്ദാന്റെ പുതിയ കഥ വായിച്ച് കേൾപ്പിക്കും. അവിടെ ഗൗതം ഘോഷ് ഉണ്ടായിരുന്നു. He was a little senior to me. He used to be there as a child also. So a lot of people used to gather in that Saturday club, what or got organized on the terrace of that old building. So after that, I told you that it was like my family. Means we used to call us Sandeshi.
സന്ദേശി സന്ദേശി. Sandesi means Swadesi like Yeah. Sandesi. സ്വദേശി. ഓക്കെ. Yeah. ഞാൻ Sandesh. ഒറ്റ മിനിറ്റ് ഇതിലെ പിന്നെ ഷെറീഫിനും സംസാരിക്കാം. ഷെറീഫ് കുറേ നേരമായിട്ട് ഈ സ്പീക്കേഴ്സ് പാനലിലെ കവിത വന്നതിന് ശേഷമുണ്ട് ഇന്ററാക്ട് ചെയ്യാം. ഷെറീഫിനെ അറിയും, നിങ്ങൾ തമ്മിൽ അറിയുമല്ലോ അല്ലേ? പിന്നെ അറിയും. actually yes. As a little boy, I saw you grow up, and I'm so happy today that you are there with me. അല്ല, ഞാന് ചേച്ചി വന്നപ്പോ ഞാൻ പെട്ടെന്ന് നിർത്തിയത് കാരണം എനിക്ക് എന്റെ സംസാരം തന്നെ എനിക്ക് തന്നെ ഇഷ്ടമല്ല. അപ്പൊ പെട്ടെന്ന് നല്ല ഭംഗിയുള്ള ഒരു ടോക്ക് കിട്ടിയപ്പോ ഞാൻ മുഴുവൻ പ്രതികരിക്കുകയായിരുന്നു. എനിക്ക് അതെ, നല്ല എനിക്ക് വര പോലെ തന്നെ എഴുത്തും ടോക്ക് സംസാരവും വലിയ ഇഷ്ടമാണ്. കുറച്ചു കാലമായി നേരിട്ട് കണ്ടിട്ട് കുറച്ചു കാലമായി. ഈ കൊറോണ കാലഘട്ടത്തിന് മുമ്പ് കണ്ടതായിരിക്കും. പക്ഷെ ഇത് ഏറ്റവും അവസാനത്തെ മാതൃഭൂമി ഓണപ്പതിപ്പിൽ നിങ്ങൾ രണ്ടുപേരും വരച്ചിട്ടുണ്ടല്ലോ. രണ്ടുപേരും ഓണപ്പതിപ്പിലെ നല്ല ഇലസ്ട്രേഷനില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 രചനകള് ചേച്ചി വരച്ച തന്നെയാണ് എന്റെ ഒരു അഭിപ്രായത്തില്. ഞാനിപ്പോ ഈ ഓണപ്പതിപ്പിൽ കണ്ടതില് നല്ല വരകള്. നല്ല കുട്ടി, ഞാൻ എങ്ങനെ പറയാം, നീ എത്ര നല്ല കുട്ടിയാണടാ. When I think about Sharif, I think about a beautiful. When I think about Sharif, I'm telling about Sharif's way of development. ഒരു ചെറിയ വിത്ത് മീൻസ് വലുതായിട്ട് നല്ല ഒരു മരമായി, നല്ല പൂ, നല്ല means what you call the blooming was very beautiful. That time you feel so proud and you feel so happy. So Sharif is that kind of a tree for me with beautiful bloom. Thank you. അപ്പൊ ഈ സത്യത്രയുമായുള്ള ബന്ധത്തിൽ ആരംഭിച്ച് അതെ ഇവിടെ വരെ എത്തി. അതിനുള്ള അധ്യാപികയായി കേരളത്തിലെത്തി. ഇപ്പോഴും ചിത്രകലാധ്യാപനം ഉണ്ട് അല്ലേ? ആക്ച്വലി ഈ ചിത്രകല അല്ലാതെ എനിക്ക് അധികം ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഈ സാധനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, വേറെ എന്തു ചെയ്യാൻ പറ്റണ്ടേ. സോ ഐ എം സ്റ്റിൽ പെയിന്റിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു സാധനം ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു. ഈ നമ്മൾ ഇലസ്ട്രേറ്റർമാർ, നിങ്ങൾ ഇലസ്ട്രേറ്റർ പറയാൻ സമയത്ത് രേഖാചിത്രം പറയാ. പക്ഷെ രേഖാചിത്രത്തിന്റെ നമ്പൂദ്രി, മിസ്റ്റർ നമ്പൂദ്രി മീൻസ് അവർ സർ നമ്പൂദ്രി or like people like AS or Devan Mashin's സമയത്തുള്ള what you call the technical affinity has changed, and artists also changed the way and they stopped to only be Rekha Chitrakaran. If paintings okay, say painting is getting into it for a long time. I also organized, Prabhakaran also organized, and Sharif is also അതെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോവുക. ദാറ്റ് പർട്ടിക്കുലർ വാട്ട് യു കോൾ സങ്കീർണത മീൻസ് ദ നാരോനെസ് ഓഫ് കോളിംഗ് ഇറ്റ് രേഖാചിത്രം, അത് മാറിയിട്ട് ഇറ്റ് ബിക്കം എ കൈൻഡ് ഓഫ് വിഷ്വൽ റിസർച്ച് ഇൻ റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ഇൻ ഡിഫറെന്റ് മീഡിയംസ്, നോട്ട് ഓൺലി രേഖ, color, and sometimes only with darkness. So horizon കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. അത് വാക്കുകൾക്ക് പരിമിതിയുണ്ട്. നേരത്തെ ഈ ഇതിലെ മോഡറേറ്ററായ ഹേമലത വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് കേരള പ്രസ് അക്കാദമി എന്നായിരുന്നു. അപ്പം പ്രസ് എന്ന് പറഞ്ഞാൽ പ്രിന്റഡ് പ്രസ്, ഇപ്പൊ അത് മീഡിയ അക്കാദമി എന്ന് മാറ്റി. അതേപോലെ ഇത് ഇലസ്ട്രേഷൻസ് ആരംഭിച്ച കാലത്ത് ഉള്ള പേരാണ് രേഖാചിത്രം എന്നുള്ളത്. അപ്പൊ അത് മാഡം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെയൊക്കെ പരിവൃത്തം ലംഘിച്ച് അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ വിസ്തൃതമായ ഒരു തലത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അതിന് മലയാള പദം media and medium, both of the things are actually
this means building up this new version. Now painting become the kind of adjective for what we do, and actually this image making, we can call it image making because A.S. Devan Master or Nambudiri sir Kolla Samayate a particular very important vara means it has got a different affinity in the technology itself so that we could work with it, we could research it. ഹലോ Hello, I'm ആ there. ഓക്കെ. ഇതല്ലാതെ തന്നെ ഈ പിന്നെ കവിത ഒരു പിന്നെ കോളങ്ങൾ എഴുതിയിട്ടില്ലേ അതിന് ശേഷം? കോളമിസ്റ്റാണ്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ആക്ച്വലി ഇത് ചിലപ്പം നല്ല എഡിറ്റർമാരുണ്ടായിരുന്നു. അതിന്റെ കൂടെ it is a kind of sahanam, like I am talking in different language but still trying to get them in Malayalam. അതേപോലെ നല്ല ഹൃദയമുള്ള മനുഷ്യന്മാർ, and at the same time the great opportunity that I was with Prabhakaran. He had such a beautiful Malayalam and he was ready to translate my work. And there are people like Kamal Ram, they have translated my work. So it was possible for the good-hearted Malayalis that I could write the columns in Malayalam. I think you are still writing in Bengali also. I'm still writing, and nowadays for this last 2 years, I did not get chance that much, and when I'm writing in English, sometimes people will find it difficult to translate. It will be a little time taking, but I was doing it, and if I get more chances, I'll be very happy because talking is something that makes you engaged in yourself, and different kind of things you can tell. So this is now I'm writing in Bengali and writing sometimes in English, but not in Malayalam because translators means I could not find out a better translator than Prabhakaran and willing one. I need willing translators. That is it. പ്രിയപ്പെട്ട ബംഗാൾ എന്ന പുസ്തകം ട്രാൻസ്ലേഷൻ ആണല്ലേ? ട്രാൻസ്ലേഷൻ ആണ്. അതിന്റെ ഉള്ളില് പ്രഭാകരന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, മിസ്റ്റർ കമൽറാമിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ആൻഡ് മധ്യമത്തിലെ കർഷകന്റെ ചോര ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന ചിലപ്പം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല ആരാ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അത് അവിടെ എഴുതിയിട്ടില്ല. അപ്പോ സംടൈംസ് ഐ ഗോട്ട് ചാൻസ് ഓഫ് ഗുഡ് ട്രാൻസ്ലേറ്റേഴ്സ്, ബട്ട് ആ പുസ്തകം ഇപ്പൊ ഔട്ട് ഓഫ് പ്രിന്റ്. മാതൃഭൂമിയിലെ ചോദിച്ചിട്ട് നൗഷാദ് പറഞ്ഞു അത് ഔട്ട് ഓഫ് പ്രിന്റ്. ഐ വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഇൻ പ്രിന്റ് അഗൈൻ, ആൻഡ് there was a kind of continuous dharabahik writing in Matribhumi that also I am expecting to see it in print in a book form, and in this way to Hemalata ma'am and you also, and to our audience, to everybody, I am telling that everybody's wish could make it happen, because Yes, it was a lengthy text. It was a beautiful text and beautifully translated by Prabhakaran, and Prabhakaran is no more now. So to get hold of this floating memory, I want it to be a book. So please pray so that it happens. Pray for definitely, me. madam. അപ്പം ഈ കവിതയുടെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, കാര്യം കവിത നമ്മൾ എല്ലാം വരയ്ക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും നമ്മൾ വരുന്ന മനസ്സിൽ പ്രാഥമികമായി വരുന്ന ഒരു പ്രതീകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഷയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ എഴുത്തുകാരുടെ കഥകൾ വായിച്ച് അതൊരു റീക്രിയേഷനാണ് എന്ന് സമ്മതിക്കുന്നു ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ. പക്ഷെ മനസ്സിൽ വരുന്ന ഒരു ഇമേജറി കേരളത്തിൻ്റെതല്ലല്ലോ, ബംഗാളിൻ്റെ അല്ലേ? ഇതെങ്ങനെ? അതെങ്ങനെ മാഷ്? ബംഗാളിലെ ഞാൻ ശരിക്കും സ്ഥിരമായിട്ട് താമസിച്ചു എന്റെ 24 ഏജ് വരെ. ഓക്കെ, ഞാൻ അങ്ങനെ തെണ്ടി നടന്നു ഫുൾ ഇന്ത്യയിൽ. അപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോ
now I am 55, like reaching 55. So now in between, if you കണക്കായിട്ട് നോക്കിയാൽ ബംഗാളിന്റെ പുറത്താണ് ജീവിതം അധികം അല്ലേ? അപ്പൊ പർട്ടിക്കുലർ ഒരു ഇക്കണോമിക് ക്ലാസ് ആയതുകൊണ്ട് ഈ തെണ്ടിപ്പോയ സമയത്ത് ഞാൻ ഒരുപാട് സൊസൈറ്റിന്റെ ഒരുപാട് സ്തരങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ എന്റെ കൂടെ നടന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഫോർട്ട് കൊച്ചിനിലെ അద్దം പെയിന്റിങ് എന്റെ കുട്ടി കുറച്ച് പെയിന്റിങ് പ്രഭാകരനായിട്ട് പോകുമ്പോൾ ഞാൻ ഒരു ഭിക്ഷക്കാരന്റെ കൂടെ ഒരു ഫുൾ രാത്രി ഒരു ഷെയ്ഡിന്റെ താഴെ ഒരു മഴന്റെ ഒരു രാത്രി ഐ വാസ് there with my child. സോ അങ്ങനെ ഈ ജീവിത തരങ്ങളല്ലേ എന്റെ മനസ്സിൽ. അതിന്റെ ഉള്ളിൽ എങ്ങനെ ബംഗാൾ മാത്രം അധികമാവും അല്ലേ? ഇത് സ്കൂളിങ്ങിന്റെ പരിപാടിയല്ല. നമ്മൾ വേറെ ഒരു സമയത്ത് ജീവിക്കുന്നുണ്ട്. ബംഗാൾ സ്കൂൾ പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ ഒരു ടെർമിനോളജി, അത് വേറെ ഏതോ ക്രിറ്റിക് അങ്ങനെ വെച്ചു പോയതാ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സ്കൂൾ പറഞ്ഞാൽ ആ സ്കൂളിന്റെ ഉള്ളില് രാംകിങ്കർ ബേജ് വരെ ഇല്ല ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, ബട്ട് ഇറ്റ് ഈസ് ദ ലൈഫ്. ലൈഫ് ഈസ് ഗിവിംഗ് യു, ത്രഷിംഗ് യു ടു ടെൽ സംതിങ്. അപ്പോ നമ്മൾ അങ്ങനെ പതുക്കെ നടക്കുമ്പം പെട്ടെന്ന് ഒരു കല്ലിലെ തട്ടിപ്പോയാലേ അയ്യോ അമ്മോ അങ്ങനെ പറഞ്ഞു പോവില്ലേ? അങ്ങനെ ചിത്രം it is coming from that sangharsham of with the kind of life we are facing, we are encountering. So life is articulating our way of talking. നമ്മൾ മനുഷ്യൻ പോലെയല്ലേ, നമ്മൾ മരമല്ലല്ലോ, നമ്മൾ നദിയോ അല്ല, നമ്മൾ മനുഷ്യനും അല്ല. വീട്ടിലെ പിൻഗാമികൾ ആരെങ്കിലും ഉണ്ടോ ഇതിൽ ചിത്രകലയില്? ചിത്രകലയില് എന്റെ സിസ്റ്റർ ഉണ്ട്. ഷീ ഈസ് younger than me by 6 years. And ഞാൻ കലാഭവനില് പഠിക്കുക നല്ല മീൻസ് it is a good kind of environment, and Chechi is very happy. Vichari Chita, she also came to study, and she is a graphic printmaker. And that is how both of our sisters, these two sisters, are from Kalabhavan, Shantini. Your daughter is present here, I think. Krishna. Krishna is here. Krishna Prabhakaran. Krishna Varakimo. is here, and yeah, okay, 1 second, I'll call her. Krishna is listening from different place. Krishna, you are called. Please. Krishna is here. Hello, Krishna. ഹലോ ഓക്കെ, കേൾക്കാം. അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പം കൊച്ചുനാളിന്ന് ഈ ചിത്രത്തിനിടയിൽ ജീവിച്ച് വളർന്നോണ്ട് പിന്തുടരാതെ വേറെ വഴിയില്ലാന്ന് പറയാം. കാരണം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ജനറ്റിക്കാന്നും പറയാം, അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറിന്റെ ഇടയിൽ ജീവിച്ചതുകൊണ്ടായിരിക്കാം. എപ്പോഴും ചിത്രകല ഇതൊക്കെ ഫാസിനേറ്റിംഗ് ആണ് എനിക്ക്. പിന്നെ ഞാൻ കൂടുതൽ എന്റെ ഒരു സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വരയിലൂടെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പം അക്കാഡമിക് ആയിട്ട് ഞാനിപ്പോ ലിറ്ററേച്ചറായിട്ട് മാസ്റ്റേഴ്സ് കഴിഞ്ഞെങ്കിലും അതും വലിയൊരു വേറെ തന്നെയുള്ള സ്ട്രീം അല്ല എനിക്ക്. ഇപ്പം ആർട്ട്, ലിറ്ററേച്ചർ ഇതൊക്കെ തന്നെയാണ് ഇപ്പം സെൽഫ് എക്സ്പ്രഷനിലും. പിന്നെ എന്റെ എന്താ പറയാ ഐഡിയോളജി ആണെങ്കിൽ അതൊക്കെ അച്ഛനമ്മേന്റെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ട് ഹെവിലി ഇൻസ്പയർഡ് ആണ്. അപ്പം ഞാനിപ്പോ പറയുകയാണെങ്കിൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ചിന്താഗതി, അതുപോലെ പ്രത്യയശാസ്ത്രം, ഇതൊക്കെ തന്നെയാണ് എന്നെ ഇതുവരെ ഇപ്പൊ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നതും സാഹചര്യത്തിലൊക്കെ എന്നെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുവരുന്നിരിക്കുന്നത്. ഇപ്പം ചിത്രകല ഇപ്പൊ ഞാൻ അക്കാഡമിക്കലി പെർസ്യൂ ചെയ്യുന്നില്ലെങ്കിലും ഞാനും അമ്മയുടെ അച്ഛൻ്റെ സഹായത്തോടെ 2-3 മാഗസീനിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാറുണ്ട് ചില സമയത്ത്. ഇതൊന്നും ലൈക്ക് തൊഴിലിനേക്കാൾ എനിക്ക് ഏറെ കൂടുതൽ എന്താ പറയാ എന്റെ ഐഡന്റിറ്റീനെയും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം രണ്ടുപേരുടെയും
എന്താ പറയാ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കുന്ന ഇവരുടെ ചിത്രകല വേറൊരു സ്ട്രീം ആയിട്ടല്ല, പക്ഷെ എന്റെ തന്നെ ഒരു ഭാഗമായിട്ട്. ഇപ്പൊ ഞാൻ വളർന്നതും ജനിച്ച തൊട്ടൊക്കെ ഇവരുടെ കൂടെ എക്സിബിഷന് വേണ്ടിയിട്ട് നാടാകെ പോയതും ഇതൊക്കെ തന്നെയാണ് എനിക്ക്. ഞാൻ കൊച്ചുനാളും തൊട്ടേ ഇപ്പൊ ഞാൻ 24 വയസ്സായിട്ടും ഇത്രയും കാലം എന്താ പറയാ, എന്റെ ജീവിതത്തിന് വല്ലാതെ മാർഗനിർദ്ദേശികളായിട്ട് ഇവർ തന്നെയാണുള്ളത്. ഇപ്പൊ അമ്മ ഏത് പറഞ്ഞ ഏത് ഹലോ മാഗസിൻസിലാണ് വരച്ചത്? പ്രദീപ് പ്രദീപ് ഞാൻ ഞാനൊരു 10ാം ക്ലാസ്, ഇപ്പം 15-14 വയസ്സ് സമയത്ത് ഞാൻ ദേശാഭിമാനിയിൽ വരച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീ ശബ്ദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം മാഗസീനിൽ. ഇതിലൊക്കെ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മേന്റെയും ഇവര് വരയ്ക്കുമ്പോ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് വരയ്ക്കണം എന്ന്. അപ്പൊ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പം അവരും നല്ല കഥകൾ അല്ലെങ്കിൽ നല്ല കവിതകൾ വരുമ്പോൾ അച്ഛനും അമ്മ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് വായിപ്പിക്കും. എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നോട് വരയ്ക്കാൻ പറയും. അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ അതും വല്ലാതെ എന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല സെൽഫ് എക്സ്പ്രഷൻ കിട്ടുന്നത് വരയിലൂടെ തന്നെയാണ്. അത് എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഹലോ പ്രദീപ് ഷെറീഫ് ഹലോ പറയാം. ഷെറീഫ്, എനിക്ക് ഒരു ഈ കൃഷ്ണ സംസാരിച്ചത് കൊണ്ട് ഒരു ചെറിയൊരു ഓർമ്മ പങ്കുവെക്കാൻ വേണ്ടിയാണ്. അപ്പോ കൃഷ്ണയെ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നത് 3-4 വയസ്സുള്ള സമയത്ത് ഞാനൊരു ദിവസം ചേച്ചിയുടെ പ്രഭാകരേട്ടനും ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പൊ പാറപ്പൊടിയുള്ള, ഞാനന്ന് മാധ്യമം വീക്കിലിയിലൊക്കെ വരയ്ക്കുന്ന സമയമായിരുന്നു. അപ്പൊ മാധ്യമത്തിൽ പോയി വരുന്ന കാലത്ത് അപ്പൊ അവിടെ വീട്ടിൽ പോയി കുറച്ച് സമയം ചെലവഴിച്ചിരുന്നു. അപ്പോ കൃഷ്ണ വളരെ ചെറുതാണ്, എനിക്ക് തോന്നുന്നൊരു 3-4 വയസ്സിന്റെ ഇടയിലാണ്. അപ്പോ ഈ ചുമര് മുഴുവൻ പ്രഭാകരേട്ടന്റെ പോർട്രേറ്റുകള് ചാർക്കോളിലോ കരികൊളിലോ വരച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല ബോൾഡായിട്ടുള്ള രേഖകള്. അതിൽ പ്രഭാകരന്റെ താടിയായിരുന്നു ഹൈലൈറ്റ് എല്ലാ ചിത്രങ്ങളിലും. കുറെ വരച്ചു വെച്ചിരുന്നു. അത് ചേട്ടൻ തന്നെയാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പൊ അത് അതൊരു ഓർമ്മ പങ്കുവെച്ചു എന്ന് മാത്രം. സന്തോഷം. കൃഷ്ണ, ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞ ചില അനുഭവങ്ങളുണ്ടല്ലോ, ഒരു ദിവസം മുഴുവനും രാത്രി പിന്നെ ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞ, അതൊക്കെ ഓർമ്മയുണ്ടോ കൃഷ്ണയ്ക്ക്? എനിക്ക് എന്താ പറയാ, ഭയങ്കര സ്ട്രേഞ്ച് ആയിരിക്കും. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ കണ്ടംപററി ആയിട്ട് അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത കാലത്തിനേക്കാളും കൂടുതൽ ഓർമ്മ എനിക്കുള്ളത് ഈ വളരെ ചെറുതായിരുന്നപ്പം അച്ഛന്റെ അമ്മയുടെയും കൂടെ ഗ്രേറ്റ് പ്രൊസഷന് വേണ്ടിയിട്ട് ഈ കേരളത്തിലെ ഉടനീളം കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിച്ച് എക്സിബിറ്റ് ചെയ്ത സമയത്ത് കണ്ട ആൾക്കാരും അപ്പത്തെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെയാ. കാരണം ഒന്നാമത് അതൊക്കെ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഓർമ്മകളായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും. ആ ഒരു ചെറുപ്പകാലത്ത് തന്നെ കുറെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നല്ല കുറെ മനുഷ്യന്മാരെ പരിചയപ്പെട്ടതും, പിന്നെ അതിലൂടെ ഇവരുടെ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ, ഇവരുടെ കോർ ആയിട്ടുള്ള സമയം ഗ്രേറ്റ് പ്രൊസഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്തുള്ള കുറെയൊക്കെ മെമ്മറീസ്, അതെപ്പോഴും ഓർമ്മകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക്. ഇപ്പോഴും ഞാൻ കൂടുതൽ നിറമങ്ങാതെ നിൽക്കുന്ന ഓർമ്മകളാണ് അതൊക്കെ. കൃഷ്ണ സംസാരിക്കുന്നത് കേട്ടിട്ട് പെയിന്റിങ് മാത്രമല്ല, എക്സ്പ്രസ് ചെയ്യാനായിട്ട് അതെ എഴുതാറുണ്ടെന്ന് അതെ തോന്നുന്നു. അതെ അതെ, നല്ല സാഹിത്യ ഭാഷയുണ്ട് കേട്ടോ. എഴുതാറുണ്ടാവുമായിരിക്കും അല്ലേ? അതിലൊന്നും എനിക്ക് സ്വന്തം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വരയോടൊപ്പം തന്നെ അച്ഛനാണെങ്കിലും നല്ലൊരു കഥാകൃത്തും. അച്ഛൻ എഴുതുന്നത് അച്ഛന്റെ ലാംഗ്വേജ് തന്നെ ഏറ്റവും കൂടുതൽ എപ്പോഴും വിസ്മയിച്ചതും, ഞാൻ കുറെ എനിക്ക് തോന്നുന്നു മലയാളത്തിനോടുള്ള സ്നേഹം എനിക്ക് കൂടിയതും എനിക്കുള്ള കുറവുകൾ ഞാൻ കണ്ടുപിടിച്ച് തിരുത്താൻ ശ്രമിച്ചതും അച്ഛന്റെ ഒരു നിലവാരത്തിലെങ്കിലും എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. അതിപ്പോഴും ഞാൻ ആ പാതയിലേക്ക് തന്നെയാണ് പോകാൻ ശ്രമിക്കുന്നതും. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിലും ഇപ്പം അക്കാഡമിക്കലി ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്താണെങ്കിൽ അതിലും ഹെവി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് അമ്മയാണ്. പിന്നെ മലയാളത്തിനോട് എനിക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും പേഴ്സണലി വല്ലാത്തൊരു പാഷൻ വന്നത് അച്ഛന്റെ എഴുത്തുകൊണ്ട് തന്നെയാണ്. ഞാൻ എന്നും എനിക്കൊന്ന് മുന്നോട്ടാണെങ്കിൽ ഞാൻ മലയാളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ എഴുതാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത് സംസാരിച്ചതിൽ വളരെ സന്തോഷം. കാര്യം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി. തീർച്ചയായിട്ടും. മാഡത്തിനോട് ഒരു ചോദ്യം. മാഡം ഇപ്പൊ സ്കൂളില് പിന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതെ. ഒരു അധ്യാപികയാണ്. അപ്പൊ മാഡത്തിന് ഇപ്പോ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു പാമ്പറിങ് കിട്ടി, നല്ല രീതിയിൽ എൻകറേജ്മെന്റ് കിട്ടി. അപ്പൊ അതുപോലുള്ള സാഹചര്യങ്ങള് മാഡത്തിന്റെ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുമല്ലോ, അത് ശ്രമിക്കുന്നുണ്ടാവുമല്ലോ? ഷ്യൂർ.
what I first of all try is to make them talk frankly and individually. Individual qualities ഉണ്ടല്ലോ, ഒരു കുട്ടിക്ക് ഈ പർട്ടിക്കുലർ കുട്ടികൾ വളരെ ടാലന്റഡ് ആണ്, and ഈ particular രീതി of way of making images, they should not dependent. അതാ ഞാൻ ശരിക്കും സൂക്ഷിക്കുക. പിന്നെ ഈ പർട്ടിക്കുലർ പദ്ധതിയില് ഞാൻ അധ്യാപിക അങ്ങനെ വെറുതെ പറയാ, ഞാൻ പഠിക്കുക, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ സ്റ്റുഡൻസ് they are so affluent, means they are really doing something very very strange and beautiful images. ആൻഡ് ഈ പർട്ടിക്കുലർ പദ്ധതിയിൽ ശരിക്കും എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് സാധനമുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. And I'm trying to make them exhibit when they're doing something great. Always trying to talk to the school management, and I have a beautiful principal now, uh, Father John Manaratara. He's a kind of connoisseur of art, I must say, and he is also standing like a big ഒരു ആൽമരം പോലെ കുട്ടികളുടെ ഈ ക്രിയേറ്റിവിറ്റി അതൊക്കെ മീൻസ് എക്സിബിറ്റ് ചെയ്യാൻ പോസിബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഷെറീഫിന് സംസാരിക്കാം. ഷെറീഫെ, കവിതയുടെ എന്നിട്ട് നമുക്ക് അതോടുകൂടി അവസാനിപ്പിക്കാം. നിങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കൂടെ ഇതിൽ പറ്റും അല്ലേ? Yeah, I'm all ears to listen. Sharif, please talk. ഇല്ല, എനിക്ക് ഒരു കാര്യം മാത്രം നേരത്തെ പറഞ്ഞതിന്റെ ചേച്ചി പറഞ്ഞ ഇലസ്ട്രേഷന്റെ ആ ഡെഫിനേഷനെ കുറിച്ചുള്ള ഒരു വാചകം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. കൂടുതൽ സമയം അതിക്രമിച്ചല്ലോ. അപ്പോ എനിക്ക് ഈ രേഖാചിത്രകല അല്ലെങ്കിൽ ഇലസ്ട്രേഷൻ എന്നതിന്റെ മാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വായന മാറി, നോട്ടങ്ങൾ മാറി, കാഴ്ചപ്പാടുകൾ മാറി, പ്രസിദ്ധീകരണങ്ങളുടെ രീതി മാറി, മീഡിയം സാധ്യതകൾ, മൾട്ടിമീഡിയ എന്താ പറയാ, മറ്റ് നമ്മളുടെ കൺവേയിങ് രീതികൾ ഒക്കെ മാറിയ സമയത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രചനാരീതികളുമായി ഈ ഒരു കഥ വായിക്കാൻ, ഒരു നോവൽ വായിക്കാൻ, ഒരു കവിത വായിക്കാൻ, ഇതിലെ സന്ദർഭം, ഇതിലെ കഥാപാത്രങ്ങളെ ഫോട്ടോ എടുത്ത പോലെ ഫോട്ടോഗ്രാഫിക്കായിട്ട് വരച്ചു വെച്ചാൽ ചിത്രം നോക്കി കഥ വായിക്കുക, ചിത്രം നോക്കി കവിത വായിക്കുക, നോവൽ വായിക്കുക എന്നുള്ള ഒരവസ്ഥ ഇന്ന് ഇല്ല, എനിക്ക് തോന്നുന്നു. അതൊരു പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊക്കെ വര തുടങ്ങിയ അല്ലെങ്കിൽ ആസ്വാദനം തുടങ്ങിയ കാലത്തെയുള്ള ചിന്തയാണ് ഇപ്പൊ പങ്കുവെക്കുന്നത്. ഒരു 20 വർഷം മുമ്പുള്ള, ഇപ്പോഴുള്ള കാര്യമല്ല പറയുന്നത്. 20 വർഷം മുമ്പ് പോലും ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. അപ്പോ ഒരു കഥ വായിക്കാൻ, ഒരു കവിത വായിക്കാൻ ഈ ചിത്രം നോക്കി അത് വായിക്കേണ്ട ഒരു ഗതികേട്, അല്ലെങ്കിൽ ആ ഒരു ബൗദ്ധിക ഒരു ആസ്വാദന നിലവാരമല്ല ഇന്ന് വായനക്കാർക്കുള്ളത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ശരാശരി വായനക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിത്രകല താളുകള് ഈ കണ്ണിന്റെ നെടുകെയുള്ള ഛേദം വരച്ച് അടയാളപ്പെടുത്തുക എന്നതുപോലെ ഒന്നായിരിക്കേണ്ടതില്ല ഇലസ്ട്രേഷൻ പുതിയ കാലത്ത് ഞാൻ വിശ്വസിക്കുന്നു. മാഡം പറഞ്ഞതുപോലെ ഇലസ്ട്രേഷന്റെ ഡെഫിനിഷൻ രേഖാചിത്ര കല എന്നത് അതൊരു അന്നത്തെ ഒരു സാധ്യതയുടെ പരിമിതിയുടെ ഒരു പ്രശ്നമായിരുന്നു. അത് രേഖകൾ അല്ലെങ്കിൽ രേഖ വേറെ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. രേഖ, ഡ്രോയിങ് അല്ലെങ്കിൽ ലൈൻ ആർട്ട് എന്നുള്ളതാണ് അന്ന് കണ്ടിരുന്നത്. പിന്നീട് ഇത് ഇലസ്ട്രേഷനെ ഞാൻ മനസ്സിലാക്കുന്നത് ചിത്രീകരിക്കുക എന്ന് അതിനെ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ ചിത്രമാക്കുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ചിത്രം ഉണ്ടാക്കുക. ഈ ഉണ്ടാക്കുന്നതിനുള്ള മീഡിയം അല്ലെങ്കിൽ അതിന്റെ സങ്കേതങ്ങള്, ആവിഷ്കാര രീതികൾ എന്തുമാവാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിന് വര തന്നെ വേണമെന്നില്ല, പെയിന്റ് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ടാവാം, ഇനിയിപ്പോ കൊളാഷ് പോലത്തെ എന്തും ആവാം, മറ്റു മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ക്രിയേഷൻസ് ആവാം, എന്തും ചെയ്യാം. ഈ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിത്ര നിർമ്മാണം, ദൃശ്യ നിർമ്മാണം എന്നുള്ളവർക്ക് അതിനെ കാണാം. അപ്പൊ ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് പേജുകളിലുള്ള ഒരു എക്സ്പ്രഷൻ എന്നുള്ള എനിക്ക് മാത്രമാണ്. ടെക്സ്റ്റ് അതിനൊരു കാരണമാകുന്നു, ടെക്സ്റ്റ് അതിനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രം. അതിനെ ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് പേജ് ആർട്ട് എന്നാ, അല്ലെങ്കിൽ പേജ് അത് ലേഔട്ട് ആർട്ട് എന്നുള്ള നിലക്കല്ല, താളുകളിലെ ആവിഷ്കാരം എന്നുള്ള നിലക്ക്. അതിനൊരു മലയാളം ഒറ്റവാക്ക് കണ്ടെത്തിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. താളുകളിലൂടെയുള്ള ആവിഷ്കാരം എന്നുള്ള നിലക്ക് വിശാലമായിട്ട് അതിനെ കാണാവുന്നൊരു കാലഘട്ടം തന്നെയാണിത്. അപ്പൊ അങ്ങനെ ഒരു വേർഡ് ചിത്രീകരണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്നോ മറ്റോ പറയാ എന്ന് എനിക്ക് തോന്നുന്നു. ഈ രേഖാചിത്ര അതെ 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 പറഞ്ഞോ.
Yes. No, that's what. അല്ല ഓ ഷരീഫ് പറഞ്ഞ പോലെ അല്ല അതെ ഷരീഫ് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതെ അതെ ഇപ്പോ അതെ അതെ ഈ അതെ പെർട്ടിക്കുലർ ദൃശ്യവൽക്കരണം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫ്രീഡം ഇല്ലേ ആർട്ടിസ്റ്റിന്റെ കയ്യിലോ ഈ ഉം, എഴുത്തുകാരന്റെ കയ്യിലോ ഉള്ള ഫ്രീഡം പോലെ ഒരു ഫ്രീഡം അതെ ഒരു ഉം, ഒരു 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 പെർട്ടിക്കുലർ ലാൻഡ്സ്കേപ്പ് ഓൾ ടുഗദർ വേർ ലൈക്ക് പൂർണ്ണചന്ദ്രം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഉം, ഒരുപാട് കാലം മുമ്പേ കണ്ടിട്ടുണ്ടാവും. ഉം. ഇപ്പൊ നമ്മളുടെ കയ്യിലെ പൂർണ്ണചന്ദ്രം പറഞ്ഞാൽ ഒരുപാട് പൂർണ്ണചന്ദ്രമുണ്ട്. So this അതെ particular way of looking and way of managing to express these two things coming forward as a kind of free mode of expression. So ഒരു യെസ് work of art, ഷരീഫിന്റെ ഒരു പേജ് പറഞ്ഞാൽ ഒരു ഫ്രീ വർക്ക് ഓഫ് ആർട്ട് ആണോ അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. Because it ഉം, is not only free and not only individual, not only very private, but at the same time it is giving the audience a different way of uh, their own freedom where they can reproduce that particular drishyam. ആ ദൃശ്യം മീൻസ് പുനരാവൃത്തി ചെയ്യാൻ വേറെ ഒരു നിസർഗം കൊടുക്കുന്നുണ്ട്. So that is how it becomes a huge horizon of a ഓക്കെ creative process. So ഓക്കെ that way, I'm very lucky to get in touch with contemporary writers, poets, and the kind of illustrators, so that we can manage to make out the real new world for the coming generation. തീർച്ചയായും. ശരിയാ ഓക്കെ അപ്പോൾ നമുക്ക് സമയം എത്ര 9:47 അല്ലേ, 48 നമുക്ക് ആരംഭിക്കാൻ Right? കുറച്ച് വൈകി എങ്കിൽ പോലും വളരെ സജീവമായ ഒരു അധ്യായം കൂടി വരമൊഴി സാക്ഷ്യം പരമ്പരയിൽ ഇന്ന് ഉണ്ടായി. അതിന് രണ്ടു പേർക്കും ശ്രീ കെ ഷരീഫ്, കവിത മുഖോപാധ്യായ, മകൾ കൃഷ്ണ, ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും ഇതിലെ ഇവർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചർച്ചയിൽ നമ്മൾ മുൻ അധ്യായങ്ങളിലും ഇത് സജീവമായ സംവാദത്തിന് വഴി തെളിയിച്ചിട്ടുണ്ട്. ഇനിയും വരും അധ്യായത്തിലും അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. You're most നമുക്ക് welcome. And a താങ്ക് big thank you to the audience and to the people who planned this kind of a novel program. Thank you so much. ശരി, ഓക്കെ നന്ദി താങ്ക് യു നന്ദി താങ്ക് യു Good night നന്ദി, and നമസ്കാരം. special thanks to Sharif also to being ശരി here ശരി with me. ശരി ഓക്കെ സന്തോഷം Great. ഓക്കെ ഓക്കെ Good ശുഭരാത്രി. night. നമ്മളിതിന്റെ പരമ്പരയുടെ 8ാം ഭാഗം അടുത്ത ആഴ്ച. Thank you. Yeah. ശുഭരാത്രി. Namaste.